Hi, hello, good morning everyone, good morning. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയില്ല, ഒരു 4 minutes ലേറ്റ് ആയിപ്പോയി. വേറെ ഒന്നുമല്ല, സ്റ്റുഡിയോയിലേക്ക് എത്താനൊന്നും വൈകിപ്പോയി കേട്ടോ. ഹോസ്റ്റലിൽ 1-2 കാര്യങ്ങളായിട്ട് എത്താനൊന്നും വൈകിപ്പോയി. ബട്ട് സ്റ്റിൽ ഓക്കെ, ഒരു 6:35 ആകുമ്പോഴേക്കും ഞാൻ എത്തിയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ ന്യൂ ഡേ അല്ലേ. നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു പുതിയ ദിവസം കിട്ടിയിരിക്കുകയാണ്, പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. ആൻഡ് വി ആർ ഓൾമോസ്റ്റ് ലൈക്ക് ഇന്ന് എത്രാം തീയതി? Oh my god, April 5th ആയി. സോ ഇറ്റ്സ് മോർ ലൈക്ക് അറൗണ്ട് ഒരു 31 ഡേയ്സും കൂടിയുള്ളൂ നമ്മുടെ നീറ്റ് എക്സാമിന് പറയുന്നത്. ശരിയാണല്ലോ, ഒരു 35 ഡേയ്സും കൂടിയേ ഉള്ളൂ. സോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ എല്ലാം പഠിച്ച് തീർക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കവർ ചെയ്യാനും ഒക്കെയുണ്ട്. സോ ആരൊക്കെയുള്ളത്? ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞേ. ജസ്റ്റ് അലൻ റിസോൺ ഇസ് സെയിങ് ഗുഡ് മോർണിംഗ്, ചോളയിൽ ഇസ് സെയിങ് ഗുഡ് മോർണിംഗ്, ഗൗരി കൃഷ്ണ ഇസ് സെയിങ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പറയാം അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്രോബബ്ലി ദ ലാസ്റ്റ് ഈസിയസ്റ്റ് ചാപ്റ്റർ ഓഫ് ഫിസിക്സ് അല്ലേ. ഐ തിങ്ക് കോമ്പിയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഫിസിക്സ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഐ ഹാവ് ബീൻ ടേക്കിംഗ് ദി റെസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ്. ആക്കുഫ് മെക്കാനിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഓൾറെഡി ഡൺ ദി സെക്കൻഡ് ഇയർ ഓഫ് എവറിഥിങ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, അങ്ങനത്തെ നല്ല ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി കവേർഡാണ്. ആൻഡ് ഇതായിരുന്നു ബാക്കി ഉണ്ടായിരുന്ന ചെറിയ ചാപ്റ്റേഴ്സ്. ആൻഡ് ഞാൻ അതിലൂടെയും പോയി ഓൾമോസ്റ്റ് വി ഹാവ് കെയിം ടു ആൻ എൻഡ്. ഇനി വളരെ കുറച്ച്, ഐ തിങ്ക് ഫ്ലൂയിഡ്സ്, സോളിഡ്സ്, അങ്ങനെ 1-2 ചാപ്റ്റേഴ്സും കൂടിയേ ബാക്കിയുള്ളൂ. സോ പ്രോബബ്ലി അത് നമ്മൾ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാവും എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ പ്രോബബ്ലി ഒരു 3-4 ദിവസത്തിന് ഡോണ്ട് എക്സ്പെക്ട് ഫിസിക്സ് ക്ലാസ്സസ്. ഫിസിക്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കറിയാം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ക്ലാസ്സസ് ആയിരുന്നു അല്ലേ. അറൗണ്ട് ഒരു May 30th തൊട്ട് ഇത്ര ദിവസം വരെ ഞാൻ 5th വരെ എല്ലാ ദിവസവും മോർണിംഗ് ഞാൻ നിങ്ങളെ വന്നിട്ട് ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഓൺ ദി അതർ ഹാൻഡ് വി ഹാഡ് ആക്കുഫ് ഓൾസോ. സോ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് എല്ലാം ഒന്ന് റെഡി ആയിരിക്കുകയാണ് അല്ലേ. സോ ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ അബൌട്ട് ചെയ്യാനുള്ളത്, നമുക്ക് കൂടുതൽ ഇനി ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ തീർക്കാം. ഓക്കെ ആണല്ലോ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ ആണ്. സർപ്രൈസിംഗ്ലി ഓക്കെ ആണോ? ഓക്കെ. സോ സർപ്രൈസിംഗ്ലി നമുക്ക് ഈ ഒരു ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്റർ ആക്ച്വലി ചെറുതാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ സ്മോൾ ചാപ്റ്റർ. പക്ഷേ അതൊന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എണ്ണത്തിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. യൂഷ്വലി ആറ്റംസ് നിന്ന് 1 to 2 ക്വസ്റ്റ്യൻസും ന്യൂക്ലിയൈ എന്നും 1 to 2 ക്വസ്റ്റ്യൻസും, ചില വർഷം ഈ 2 ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച വർഷങ്ങളുണ്ട്. സോ മനസ്സിലാക്കുക, ദിസ് ഈസ് ഓൾമോസ്റ്റ് 3 to 4 ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? 3-4 ക്വസ്റ്റ്യൻസ് അടക്കം കിട്ടാവുന്ന, വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മളിനി ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ ആണ് പഠിക്കാൻ പോകുന്നത്. എഗെയിൻ ഒരു 1.5 hour 2 hour മതിയായിരിക്കും, കാരണം അത്രയുള്ള കണ്ടൻസ് തന്നെ ഉള്ളൂ. അതെല്ലാം നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്, ഒന്നും ലീവ് ചെയ്യുന്നില്ല. ആൻഡ് വി വിൽ ബി കവറിങ് ദി എൻറ്റയർ. ഓക്കെ ആണല്ലോ. ശരി. സോ കബൻ ഈസ് സെയിങ് ഹായ്, ഡാലിയ ഈസ് സെയിങ് ഹായ്, സന്ധ്യ ഈസ് സെയിങ് ഗുഡ് മോർണിംഗ്, മിർഷ ഈസ് സെയിങ് ഹായ്. ഓക്കെ ആണല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ക്ലാസ്. ഓക്കെ. അപ്പോൾ ദിസ് ഇസ് ദ കോഡ് ഫോർ ദി ഡേ. കോഡ് ഫോർ ദി ഡേ എന്ന് പറയുമ്പോൾ അറ്റ് ദിസ് പോയിന്റ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. എന്താടാ കോഡ്? ശ്രദ്ധിച്ചേ. ടു ബി ഇൻ ദ ടോപ്പ് 1% യു ഹാവ് ടു ബി വില്ലിങ് ടു ഡു വാട്ട് അതർ 99% ആറൻറ്റ്. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളെ നോക്കുകയാണെങ്കിൽ എത്ര പേര് ഡോക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് IAS ഓഫീസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് എന്താ പറയുക നല്ലൊരു പൊസിഷനിലെത്തി ഒരു 6 figure, ഒരു 2 lakh 3 lakh സാലറി കിട്ടുന്ന എത്ര ആൾക്കാരുണ്ടാവും. സാലറിയുടെ മാത്രമല്ല, അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, അവർക്ക് കിട്ടുന്ന പൊസിഷൻ, അങ്ങനെ എത്ര പേരുണ്ടാവും നിങ്ങൾക്ക് കയ്യിലെണ്ണ അല്ലേ. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ 3 ഡോക്ടർമാരുണ്ടാവും. ഐ മീൻ നിങ്ങളുടെ സ്ട്രീറ്റിൽ, നിങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ 1-2 ഡോക്ടർമാരുണ്ടാവും. എന്നാൽ അവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് 1000 ജനങ്ങൾ താമസിക്കുന്നുണ്ടാവും. സോ ദാറ്റ് ബേസിക്കലി മീൻസ് നമുക്ക് ആൾക്കാർ എത്തിപ്പെടാത്ത സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട എന്ന് വെക്കുന്നു. ഫോർ എക്സാമ്പിൾ, അവരിപ്പോൾ രാത്രി എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് പോയി സിനിമ കാണുകയാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മന്തിൽ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം എന്താ, നമുക്ക് നീറ്റ് എക്സാം വരുന്നുണ്ട്, വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ സമയത്ത് ട്രിപ്പ് പോവുകയാണ്, നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ബേസിക്കലി മീൻസ് നമ്മൾ എത്താൻ പോകുന്ന സ്ഥലത്തേക്ക് ആ ഒരു പാത്ത് എന്ന് പറയുന്നത് കുറച്ചധികം ഡിഫിക്കൽട്ടാണ് അല്ലേ. അങ്ങനെ എല്ലാവരെ കൊണ്ടൊന്നും എത്താൻ പറ്റില്ല. അങ്ങനെ എത്താൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കറിയാം, 1ാം ക്ലാസ്സിലൊരു, അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സിലോ ഒരു 8ാം ക്ലാസ്സിലോ എത്തി ഒരു ക്ലാസ് റൂമിൽ പോയി എത്ര പേർക്ക് ഡോക്ടർ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ 30 കുട്ടികൾ ഒരു 50 കുട്ടികളിലാണെങ്കിൽ അതിൽ 25 കുട്ടികളും കൈപൊക്കും. മനസ്സിലായോ? ഈ 25 കുട്ടികളും ഡോക്ടർമാരാവുന്നുണ്ടോ? ഇല്ല, ഒരാളെ ആവുള്ളൂ. ശരിയാണല്ലോ. സോ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ അല്ലേ? അങ്ങനെ എത്തിത്തീരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആൻഡ് ദാറ്റ് കീപ്സ് എസ് എവേ ഫ്രം ദോസ് ഹു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുകയാണ് ഞാനൊക്കെ കളഞ്ഞ്, അതായത് എൻ്റെ എൻജോയ്മെൻ്റ് ഒക്കെ കളഞ്ഞിട്ടാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് യെസ്. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ നീ വിചാരിച്ച ഒരു മെഡിക്കൽ കോളേജിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ നീ വിചാരിച്ച ഒരു സീറ്റിലേക്ക് എത്തണമെങ്കിൽ, യു ഹാവ് ടു മേക്ക് സർട്ടൈൻ തിങ്സ് വിച്ച് ഇസ് നോട്ട് ഡൺ ബൈ അതേഴ്സ്. ഓക്കെ ആണല്ലോ. സോ ഇത് നോർമലാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഈസ് നോട്ട് പെർമനൻറ്റ് കേട്ടോ. ജീവിതകാലം മൊത്തം അങ്ങനെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. യുനോ ഒരു പോയിന്റ് കഴിയുമ്പോൾ യു ക്യാൻ പ്രോബബ്ലി നിങ്ങൾ അവരെക്കാട്ടിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം, നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞ് നല്ലൊരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ടോടത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാം. യു ക്യാൻ ലിറ്ററലി ട്രാവൽ ദി എൻറ്റയർ വേൾഡ് ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് പേയിങ് വിത്തൗട്ട് ലുക്കിംഗ് യുവർ ബാങ്ക് ബാലൻസ് അല്ലേ? അതൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ബട്ട് ഒരു നോർമലായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നോർമലായിരിക്കും. മനസ്സിലായോ? നമ്മളൊരു ആവറേജ് വീട്ടിലൊക്കെ കാണുന്ന പോലെ ഡെയിലി അടിയും തല്ലൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാലറി കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. ബട്ട് നമ്മൾ അങ്ങനെ ഒരു ലൈഫേ അല്ല കാണുന്നത്. ശരിയാണല്ലോ. നമ്മൾ ഒരു ഡ്രീം ലൈഫ് ലൈക്ക് ബീയിങ് എ ഡോക്ടർ, അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിലൊരു ലൈഫ് സ്റ്റൈൽ, എവറിത്തിങ് വിൽ കംസ് ഇൻ ടു ഇറ്റ്. അതിനൊക്കെ ആകെ വേണ്ടത് നിങ്ങളുടെ ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ പ്രോപ്പറായിട്ടുള്ളൊരു വർക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ യു വിൽ ബിക്കം ദ ടോപ്പ്. നമ്മളൊക്കെ എന്താണ് അത്യാവശ്യം വർക്ക് ചെയ്ത് അത്യാവശ്യം എന്താണ് വിൽ ബി റീച്ചിങ് ദി ടോപ്പ് 1% ഓഫ് ദ സൊസൈറ്റിയുടെ അതിലേക്കാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് കീപ്പ് ഇറ്റ് ആൻഡ് കീപ്പ് വർക്കിംഗ് ബിക്കോസ് യു ഗൈസ് വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ വിത്ത് ദാറ്റ് നോട്ട് വി ആർ ഗോയിങ് ടു ദി ചാപ്റ്റർ. ആൻഡ് ആസ് യൂഷ്വൽ ഇസ് എനിബഡി വാണ്ട്സ് ടു ടോക്ക് ടു മീ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടെക്സ്റ്റ് ചെയ്യാനോ, കാരണം ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഈസ് ഹാപ്പി ഐ ഗെസ്. ചില ആൾക്കാർക്ക് പറ്റാറില്ല, വേറൊന്നുമല്ല, യു മൈറ്റ് ബി നോയിങ് ഇവിടെ ഇപ്പോൾ ഹൈബ്രിഡിൽ മെൻറ്ററാണ്. സോ ഐ ഹാവ് ടു ഗോ ദർ ഓൾമോസ്റ്റ് ഓൾ ഡേ. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറച്ച് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. ബട്ട് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് തിങ് ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ, അതായത് ആറ്റംസ് തുടങ്ങിയ ചാപ്റ്റർ ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് അധികം ആറ്റംസിൻ്റെ മോഡൽസ് പഠിക്കാനുണ്ട്. ആൻഡ് മക്കളെ മനസ്സിലാക്കുക, ദിസ് ഈസ് അനദർ ചാപ്റ്റർ വെയർ തിയറി പോയിൻറ്റ്സ് ഹോൾഡ് സം മാർക്ക്. ഓക്കെ ആണല്ലോ. നിങ്ങൾ വെറുതെ കുറച്ച് ബാൽമർ സീരീസും ലൈമൻ സീരീസും പോയി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അങ്ങനെയല്ല ഈ ഒരു ചാപ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻലി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ആറ്റംസ്. അതിൽ ആദ്യത്തെയാണ് ഡാൽട്ടൺസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ഹെഡിങ് എഴുതുക. നമ്മളെല്ലാ മോഡൽസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT കൊടുത്തുള്ള, ഐ അഗെയിൻ സ്ട്രെസ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സ്ട്രാക്റ്റഡ് ഫ്രം NCERT ആണ്. ഓക്കെ ആണല്ലോ. സോ അതിൽ എന്തൊക്കെയാണോ ചോദിക്കാൻ പ്രോബബിലിറ്റി ഉള്ളത് അതെല്ലാം സാർ എടുത്തിട്ടുണ്ട്. ആൻഡ് എവറിത്തിങ് വിൽ ബി ഗിവൺ ടു യു. ഓക്കെ ആണല്ലോ. സോ അത് നമുക്ക് പഠിക്കാനുള്ളത് ഡാൽട്ടൺസ് തിയറിയാണ്. ഓക്കെ ആണല്ലോ. ഡാൽട്ടൺ പറഞ്ഞ 1-2 പോസ്റ്റുലേറ്റ്സ് സാർ പറഞ്ഞുതരാം. ഡാൽട്ടൺ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലും ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ പാർട്ടിക്കിളുടെ പേരാണ് ആറ്റം. ഓക്കെ ആണല്ലോ. സോ എവറി പാർട്ടിക്കിൾ is composed of minute particle called atoms. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു ഡാൽട്ടൺ പറഞ്ഞ ആദ്യത്തെ കാര്യം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ്, ഹോൾഡ് ഇറ്റ് വിത്ത് മീ. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ഡാൽട്ടൺ പറഞ്ഞ കാര്യം, ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. അതായത് ഇറ്റ് കനോട്ട് ബി സബ്ഡിവൈഡഡ്. നിനക്ക് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. ഇറ്റ് കനോട്ട് ബി സബ്ഡിവൈഡഡ്. ഇതാണ് അടുത്തതായിട്ട് ഡാൽട്ടൺ പറഞ്ഞ കാര്യം. നിനക്ക് ആറ്റത്തിന് ഒറ്റയ്ക്ക് കിട്ടും, പക്ഷെ നിനക്ക് അതിനെ സബ്ബായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായിട്ടാവും ഇതിൻ്റെ മെയിൻ ഷോർട്ട് കമ്മിങ് അതാണ്. പക്ഷെ നമുക്കറിയാം ഇൻ ദ വേൾഡ് ഓഫ് മോഡേൺ എറ ആറ്റം ഇസ് കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിയസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഇതൊന്നും ആര് പറഞ്ഞില്ല? ഡാൽട്ടൺ പറഞ്ഞില്ല. ഓക്കെ ആണല്ലോ. ശരി. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ atoms of same element have same properties while atoms of different elements have different properties. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും ഡാൽട്ടൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ എലമെൻറ്റുകൾ എല്ലാവർക്കും സെയിം പ്രോപ്പർട്ടീസാണ്. ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ളവർക്ക്
ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ ആണല്ലോ ശരി. ഇനി ഇതിൽ ഒരു റെഫറൽ ആറ്റം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഡാൾട്ടൺ പറഞ്ഞത് ഹൈഡ്രജൻ ആറ്റം എന്നായിരുന്നു പെർഫെക്റ്റ് ആറ്റം. എന്നിട്ട് ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചാണ് ബാക്കി ആറ്റംസിൻ്റെ മാസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. സോ റെഫറൻസ് ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ. സോ റെഫറൻസ് ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരുന്നു. ഓക്കെ ഫൈൻ. ഇനി ലാസ്റ്റ് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, ആറ്റം ഇസ് സ്റ്റേബിൾ ആൻഡ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ ആണല്ലോ, ഇലക്ട്രിക്കലി ന്യൂട്രൽ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡാൾട്ടൺ മെയിൻലി പറഞ്ഞ കാര്യം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട 5 പോയിൻറ്റ്സ് എല്ലാം ഞാൻ ജസ്റ്റ് പോയിൻ്റ് ആക്കിയിട്ട് അല്ലാണ്ട് വലിച്ചു വാരി ഒന്നും എഴുതുന്നില്ല കേട്ടോ. കാരണം ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ഫോർ ദാറ്റ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ ആണല്ലോ. സോ ഇതൊന്ന് വായിക്കുക. ഇതിൽ ഞാൻ കളർ മാറ്റി എഴുതിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ ചോദിക്കും ഡാൾട്ടൻ്റെ തിയറി ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഉണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റം സ്റ്റേബിൾ ആണെന്ന്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയി കയറി വരാം. ശരി, ഇനി അടുത്തത് ദിസ് ഇസ് ദ ഫേമസ് തോംസൺസ് ആറ്റം മോഡൽ, അല്ലെങ്കിൽ എന്താണ് വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറയുന്ന പോലെ. ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം അല്ലെങ്കിൽ തോംസൺ പറഞ്ഞ കാര്യം നമ്മുടെ എൻറ്റയർ ആറ്റം ഉണ്ടല്ലോ അത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇതന്നെയാണ് ആദ്യം തോംസണും പറഞ്ഞത്. ഇത് ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞ കാര്യം നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ഇലക്ട്രോൺസ്. ഇങ്ങനെ പറഞ്ഞു, നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. ശ്രേയ ഒരുപാട് എടുത്തോ? ഇല്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. കടലാസ് ഇസ് സെയിങ് ഹായ്. ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് പറഞ്ഞു തരുമോ സാർ? ഡെഫിനറ്റ്ലി കേട്ടോ. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. മേ ബി ഞാൻ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതായത് വെയിറ്റേജസ് ഓഫ് +1 ആൻഡ് +2 ഓരോ ചാപ്റ്ററും എത്ര ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് സൂൺ. ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ തോംസൺസ് മോഡൽ അത് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം, തോംസൺ റേഡിയസിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റേഡിയസ് ഓഫ് ആറ്റം ക്യാൻ ബി in the order of 10⁻⁻10 meter. ഓക്കെ ആണല്ലോ, 10⁻⁻10 meter. യെസ്, പ്ലം കേക്ക് മോഡൽ, ഒരു പ്ലം പുഡിംഗ് മോഡൽ, ഒരു സാൻഡ്വിച്ച് മോഡൽ എല്ലാം കറക്റ്റ് ആണ്. എല്ലാം വേറെ പേരാണ്. ഓക്കെ ആണല്ലോ ശരി. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ഇറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അന്ന് ഇറങ്ങിയ സാധനം, അതായത് അന്ധകാലം എന്നൊക്കെ പറയുമ്പോൾ 1800 കാലഘട്ടത്തിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് ആറ്റംസ് തോംസണിൻ്റെ മോഡൽ എന്നാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചൊരു മോഡലായിരുന്നു. പക്ഷേ അപ്പോഴും കുറച്ച് കാര്യങ്ങൾ തോംസണിന് പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്നാമത്തെ കാര്യമാണ് സ്പെക്ട്രം ഓഫ് ആറ്റംസ് cannot be explained. ഓക്കെ ഉള്ളൂ, നമുക്കറിയാം ഒരുപാട് സ്പെക്ട്രം ഒരു ആറ്റം ഒരു മോഡൽ എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഈ സ്പെക്ട്രത്തിന് എമിറ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? നമ്മുടെ തോംസണിന് കഴിഞ്ഞിരുന്നില്ല. സോ ദാറ്റ് വാസ് വൺ ഷോർട്ട് കമ്മിങ്. ഓക്കെ ആണല്ലോ, സ്പെക്ട്രം ഓഫ് ആറ്റംസ് cannot be explained. അതായിരുന്നു ഒരു ഷോർട്ട് കമ്മിങ്. രണ്ടാമത്തെ ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് cannot be explained. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന്, സ്കാറ്റർ ചെയ്തുകൊണ്ടിരുന്നത് എന്നും ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ല. ഓക്കെ ആണല്ലോ. സോ അതും പറ്റിയിട്ടില്ല. സോ സ്കാറ്ററിങ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് cannot be explained. ഓക്കെ, സോ ലക്ഷ്മി ഈസ് ഹിയർ. ഹായ് ലക്ഷ്മി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ്സ് അബൌട്ട് ദ റുദർഫോർഡ്സ് എക്സ്പെരിമെൻറ്റ് ഓൺ സ്കാറ്ററിങ് ഓഫ് പാർട്ടിക്കിൾസ് ബൈ തിൻ ഗോൾഡ് ഫോയിൽ. ഓക്കെ ആണല്ലോ. എന്താണ് എക്സ്പെരിമെൻ്റ് എന്ന് ലൈറ്റായിട്ടൊന്ന് പറയാം. ജസ്റ്റ് ഇതായിരുന്നു സംഭവിച്ചത്. ഒരു ലെഡ് ബോക്സ് ഉണ്ട് കേട്ടോ, ഒരു ലെഡ് ബോക്സ് ഉണ്ട്. അതിനുള്ളിൽ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ സോഴ്സ് വെച്ചു. ആൽഫ പാർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ് കേട്ടോ. ഹീലിയം ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്നിട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ഹി സ്റ്റാർട്ടഡ് ഫയറിംഗ് ദി ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചോദിച്ചാൽ ഒരു ലെഡ് സ്ക്രീനിലൂടെ വെച്ചു, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നിട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു 10⁻⁻7 മീറ്റർ തിക്നെസ് ഉള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബബ്ലി ഇമാജിൻ ചെയ്യാമല്ലോ, 0.000 എന്ന് പറയുമ്പോൾ ഒരു 0.1 മില്ലിമീറ്ററോ മറ്റോ തിക്നെസ് ഉള്ള ഒരു ഗോൾഡ് ഫോയിൽ വെക്കുകയാണ്. ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഈ എന്തെങ്കിലും പാർട്ടിക്കിൾ അതിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ മനസ്സിലായി വാട്ട് ഹാപ്പൻഡ് ഇസ് വിട്ടതിൽ, അതായത് എത്രയാണോ ഇജക്റ്റ് ചെയ്തത് ആ ഒരു ആൽഫ പാർട്ടിക്കിൾ, എത്ര പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എത്ര ആറ്റംസ് ആണ് ഇജക്റ്റ് ചെയ്തത്,
അല്ലെങ്കിൽ എന്താണ് ആൽഫ പാർട്ടിക്കിൾ റിജക്റ്റ് ചെയ്തു, എല്ലാം അതിലൂടെ കടന്നുപോയി. മോസ്റ്റ് ഓഫ് ദം ജസ്റ്റ് പാസ് ടു ഇറ്റ്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു ആംഗിളിലൂടെ ഡീവിയേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? ചെറിയൊരു ആംഗിളിലൂടെ ഡീവിയേറ്റ് ചെയ്തു. പിന്നെ വാട്ട് ഹാപ്പൻഡ് ഇസ് വളരെ കുറച്ച്, അതായത് ഒരു 8000 പാർട്ടിക്കിളൊക്കെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഒന്ന് മാത്രം തിരിച്ച് റിപ്പൽ ചെയ്തു. ഓക്കെ ആണോ? ഇതായിരുന്നു എന്ത് നമ്മുടെ റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന് കംപ്ലീറ്റ് ആയി പാസ് ചെയ്തു, ഒന്ന് ചെറിയ ആംഗിൾ അല്ലെങ്കിൽ വലിയ ആംഗിളിലൂടെ ഡീവിയേറ്റ് ചെയ്തു, മൂന്നാമത്തത് എന്ത് ചെയ്തു? നേരെ റിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ, അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്തു. സോ ഇതായിരുന്നു റൂദർഫോർഡ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഇതിലെ ഓരോ കാര്യങ്ങളും എന്താണ് സിഗ്നിഫൈ ചെയ്തത്? ഓൾമോസ്റ്റ് എല്ലാം പാസ്. അതായത് ഒരു വാള് വെച്ചിട്ട് അതിലൂടെ സാധനങ്ങളൊക്കെ പാസ് ചെയ്ത് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ വാള് മാത്രം ഹോളോ ആണ്, അല്ലെങ്കിൽ അതിനുള്ളിലൂടെ ഒരുപാട് ഓട്ടകളുണ്ട്, ആ ഓട്ടകളിലൂടെ പോകുന്നുണ്ട്. സോ വാട്ട് ദിസ് ബേസിക്കലി മീൻ? ആറ്റം ഈസ് ഹോളോ. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ എന്താണ് പറഞ്ഞത്? ആറ്റം ഹോളോ സ്ട്രക്ചർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെയാണ്. കാരണം ഹോളോ അല്ലെങ്കിൽ ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ വിടുന്നതൊക്കെ അപ്പുറത്തൂടെ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒന്നും അവിടെ തങ്ങി നിൽക്കുന്നില്ല. ശരി. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, ചില സാധനങ്ങൾ ലാർജ് ആംഗിളിലൂടെ റിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. അത് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില സാധനങ്ങൾ എബൌട്ട് 1 in 8000 റിപ്പൽ ബാക്ക്. അതിനർത്ഥം എന്താ വെച്ചാൽ, വാട്ട് ഹാപ്പൻഡ് ഇസ് അവിടെ ആറ്റത്തിന് സെൻറ്ററിൽ ഒരു ചാർജ് ഉണ്ട്, അത് നടുക്കാണ് ഇരിക്കുന്നത്, അത് ഹൈ കോൺസെൻട്രേഷനിലൊരു ചാർജാണ്, അതിൻ്റെ പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ ഇടിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകുന്നതും അതുപോലെ തന്നെ തിരിച്ചു വരുന്നതും. അങ്ങനെ മനസ്സിലായി ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ന്യൂക്ലിയസ് വിച്ച് കോൺസെൻട്രേറ്റ്സ് all mass of atom. Concentrates all mass of atom. ഇതായിരുന്നു റൂദർഫോർഡ് പറഞ്ഞ അടുത്ത കാര്യം. ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൾ മാസ് ഓഫ് ദി ആറ്റം. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് were not deflected. ഓക്കെ ആണല്ലോ. അടുത്തൊരു പോയിന്റ്, ഇലക്ട്രോൺസ് വാസ് നോട്ട് ഡിഫ്ലക്റ്റഡ്. ഇതിനുള്ള കാരണം പറഞ്ഞത് ചാർജ് എന്നുള്ള രീതിയിലല്ല റൂദർഫോർഡ് പറഞ്ഞത്, അത് ശ്രദ്ധിക്കുക. റൂദർഫോർഡ് പറഞ്ഞത് ഇലക്ട്രോൺസ് ലൈറ്റ് ആയിരുന്നു, വളരെ ലൈറ്റ് ആയിരുന്നു. അതായത് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം മാസ് വേണമല്ലോ, ആ മാസ് ഇല്ല. സോ ഇറ്റ് വാസ് ലൈറ്റ്. ഓക്കെ ആണല്ലോ, ഇറ്റ് വാസ് ലൈറ്റ്. ഇനി അടുത്തത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിലാണ്, അതായത് റൂദർഫോർഡിൻ്റെ മോഡലിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ ഓർബിറ്റിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് അറിയാലോ, ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ പ്ലം പുഡിംഗ് പോലെ ഇങ്ങനെ വെച്ചാണ്. ബട്ട് ഹി സെഡ് നോ, മേ ബി അങ്ങനെയായിരിക്കാം, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഓർബിറ്റ്. ഓക്കെ ആണല്ലോ. സോ ഇലക്ട്രോൺസ് റിവോൾവ് around nucleus in circular orbit. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റൂദർഫോർഡ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി പറഞ്ഞത്. ഓക്കെ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ, ശരി. ഇനി സോ ഇതായിരുന്നു എന്ത് നമ്മുടെ സ്കാറ്ററിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഓരോ ആംഗിളും എടുക്കുമ്പോൾ എത്ര സ്കാറ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വേരിയേഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ദർ ഇസ് എ ഇക്വേഷൻ ഇൻ യുവർ NCERT വിച്ച് ഇസ് ആസ്കിങ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ്. എത്ര ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് N0 is equal to N0 nt 2 set E square the whole square whole divides 4 into 4 pi epsilon 0 the whole square r square m v0 square the whole square into 1 by sin raised to 4 theta by 2. ചെറിയൊരു ഇക്വേഷൻ അല്ലേ? then തീറ്റ ആണ് കേട്ടോ, ഒരു ആംഗിളിലാണ്. ഓക്കെ ആണല്ലോ. സോ ഇതായിരുന്നു നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ്. അപ്പോൾ ഇത് കാണുമ്പോഴേ ചോദിക്കും, സാർ ഇതൊക്കെ പഠിക്കണോ വേണ്ട? ഇതിലാകെ ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ഈ ഒരു സ്കാറ്ററിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എത്ര ആൽഫ പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളത് എന്തിനോട് പ്രൊപ്പോർഷനാണെന്നാണ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by sin raised to 4 theta by 2, അഥവാ 1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു cosec raised to 4 theta by 2. ഇതാണ് എക്സാമിന് ആവശ്യമുള്ള കാര്യം. പക്ഷേ ഇത് NCERTയിലുള്ളൊരു ഇക്വേഷനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതുന്നതാണ്. ഓക്കെ ആണല്ലോ. ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാർ ഈ ചാപ്റ്റർ NCERT വായിക്കണോ? ഈ ചാപ്റ്റർ ഡെഫിനറ്റ്ലി NCERT വായിക്കണം. പക്ഷേ ഈ കോംബി റൂം കാണുന്നവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ അറിയോ? NCERTയിലുള്ള
എല്ലാ തിയറി പോയിൻറ്റ്സും സാർ ഈ കോമ്പിയിൽ പറയുന്നുണ്ട്. സോ ഈ ക്ലാസ് ഫുള്ളായിട്ട് കേട്ട് നോട്ട് എഴുതി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കുട്ടിക്ക് NCERT വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഐ ക്യാൻ അഷോ യു ദാറ്റ്. കാരണം ഞാൻ ഇന്നലെ ഇരുന്ന് NCERT വായിക്കുന്നതിൻ്റെ പരിപാടി. ഓക്കെ ആണല്ലോ? എനിക്ക് മനസ്സിലായി ഈ ചാപ്റ്റർ ഞാൻ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ഒരു എല്ലാ വർഷത്തെ പ്രീവിയസ് ഒന്ന് ഓടിക്കും. ഫ്രം 1990 തൊട്ട് ഞാൻ ഇങ്ങനെ നോക്കും. എന്നിട്ട് എന്താണ് അവസ്ഥ, അതായത് എത്ര പെർസെൻറ്റേജ് തിയറി ചോദിക്കുന്നുണ്ട്, ഇതിൽ അത്യാവശ്യം തിയറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ NCERT എടുത്ത് എല്ലാ ചാപ്റ്ററും ചെയ്യുന്നതാണ് മൊത്തം എടുത്ത്. ആൻഡ് വാട്ട് എവർ പോസിബിൾ ക്വസ്റ്റ്യൻസ് ക്യാൻ കം എല്ലാം സാർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ഇതിനകത്ത് ചിലപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞുതരാം. N0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് ഏരിയ. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടാർജറ്റ് ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ടാർജറ്റ്. സെറ്റ് E എന്ന് പറയുന്നത് ചാർജ് ഓൺ ടാർജറ്റ് ന്യൂക്ലിയസ്. 2E എന്ന് പറയുന്നത് ചാർജ് ഓൺ ആൽഫ പാർട്ടിക്കിൾ. അതുപോലെ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സ്ക്രീൻ ഫ്രം ടാർജറ്റ്. ഓക്കെ ആണല്ലോ? സോ ഇതാണ് കാര്യം, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. ഇതൊന്നും ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ഇതിലുള്ളൊരു കാര്യമാണ് എന്ത്, ഏരിയ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് യൂഷ്വലി ഒരു സാധനം വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, നിനക്ക് ഒരു ആൽഫ പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ അത് ഇജക്റ്റ് ചെയ്ത് പോകുന്നതിന് മുന്നേ ന്യൂക്ലിയസിൻ്റെ എത്ര അടുത്ത് എത്താൻ പറ്റും, അതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുക. ആൻഡ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഡിസ്റ്റൻസ് R0 is equal to 1/4πε0 to ZD the whole square by energy of the particle. Okay ആണല്ലോ? kinetic energy of the particle. So R0 is equal to 1/4πε0 to ZD the whole square by EK, where EK is the energy of the particle, kinetic energy of the particle to be precise. Okay ആണല്ലോ? ശരി. അത് കഴിഞ്ഞു. ഇനി ആൻഡ് ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ കേട്ടോ. ആൽഫ പാർട്ടിക്കിൾ ആണല്ലോ ഇരിക്കുന്നത്. അടുത്താണ് ഫെയിലിയർ ഓഫ് റൂത്ത് റെസ്പോൺസ്. മക്കളെ ഞാനിങ്ങനെ ഓരോ മോഡൽ പറയുമ്പോൾ വാട്ട് ആർ ദി ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫെയിലിയേഴ്സ് എന്ന് പറയും. ഇതെല്ലാം പെർട്ടിക്കുലർലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലക്ഷ്മി, ഈ ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻ വരും? യൂഷ്വലി 3 to 4 questions, അറ്റ്ലീസ്റ്റ് 2 to 3 ചോദിക്കും ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് കൂട്ടിയിട്ട്. സോ ആദ്യമായിട്ട്, അതായത് മക്കളേത് ഏതെങ്കിലും എന്താ പറയുക ക്രാഷ് പഠിക്കുന്ന കുട്ടികളോ 12th കഴിഞ്ഞ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയ റിക്വസ്റ്റാണ് ഇത് ഫുൾ കാണാം. കാരണം എന്താ വെച്ചാൽ ഈ ചാപ്റ്റർ ഫുൾ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് എ സ്കോർ ഓഫ് 16 മാർക്ക് ഔട്ട് ഓഫ് 180. അത് ചെറിയൊരു കാര്യമല്ല, മനസ്സിലായോ? 16 മാർക്ക് ഒറ്റയടിക്ക് ഒരു ചാപ്റ്ററിന് കിട്ടുക, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറത്തെ എഫേർട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ നെവർ മിസ് ഓൺ ഇറ്റ്. ഓക്കെ ആണ്? അതൊരിക്കലും മിസ് ചെയ്യരുത്. ശരി. അപ്പോൾ ഫെയിലിയർ ഓഫ് റൂദർഫോർഡ്സ് അറ്റോമിക് മോഡൽ. എന്താണ് റൂദർഫോർഡ് പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്? ഒന്നായിരുന്നു ഇറ്റ് കുഡൻറ്റ് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? റൂദർഫോർഡിന് കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ കാര്യമായിരുന്നു ഇറ്റ് കുഡൻറ്റ് എക്സ്പ്ലെയിൻ ഡിസ്ക്രീറ്റ് നേച്ചർ ഓഫ് ഹൈഡ്രോജൻ സ്പെക്ട്ര. അത് എങ്ങനെയാണ് ഈ ഹൈഡ്രോജനിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓരോ ബാൽമർ സീരീസ്, ലൈമൻ സീരീസ് ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? റൂദർഫോർഡിന് കഴിഞ്ഞില്ല. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി റൂദർഫോർഡ്സ് അറ്റോമിക് മോഡൽ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത്? ബോർ വരുന്നത്. സോ ബോർ സെറ്റ് കുറച്ച് കാര്യങ്ങൾ. എന്താ ബോർ പറഞ്ഞായിരുന്നത്? ബോറിനൊരു തിയറി ഉണ്ടായിരുന്നു. ബോർ പറഞ്ഞത് ഈ ഇലക്ട്രോൺ ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങാനുള്ള കാര്യം ഇലക്ട്രോണും ന്യൂക്ലിയസും ഇടയ്ക്കുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ ആയിരുന്നു. അതായത് E²/4πε0r². അതാണല്ലോ ഒരു ഇലക്ട്രോൺ ഇവിടുത്തെ ഒരു ഇലക്ട്രോണായിട്ട് ചെയ്യുന്നത്. കാരണം ZD ഉണ്ട്, ഓരോ ഇലക്ട്രോണും ഇതിനകത്തുള്ള ഒരു പോസിറ്റീവ് ചാർജ് അപ്പുറത്തുള്ള ഒരു നെഗറ്റീവ് ചാർജായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു
mv²/r. ഇതായിരുന്നു എന്ത് ബോർസ് തിയറി. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ കുളംസ് ലോ. കുളംസ് ലോനെ കോപ്പി അടിച്ച് ജീവിച്ച ആളായിരുന്നു അവർ ബോർസ് തിയറി. പറയും കുളംസ് ലോ പറഞ്ഞല്ലോ, അതുപോലൊക്കെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഒപ്പം മൂപ്പർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഓർബിറ്റുകൾ വെറുതെ നമുക്ക് ഒരു ഓർബിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ഓർബിറ്റ് ഉണ്ടാണെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ ഉണ്ട്, അതിൻ്റെ ആങ്കുലാർ മൊമെൻറ്റം MVR ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് NH/2π. ഇതാണ് മെയിൻലി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. എന്താണ് കുളംസ് ലോ ബേസ് ചെയ്താണ് ഈ ഒരു ആറ്റം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലുള്ള ഓരോ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി പെർട്ടിക്കുലർ ഇക്വേഷൻ MVR = NH/2π. ഓക്കെ ആണല്ലോ. സോ ഇതായിരുന്നു മൂപ്പർ പറഞ്ഞ ഒരു കാര്യം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ശരി. ആൻഡ് അതുപോലെ തന്നെ മൂപ്പർ ഒപ്പം ഒരു കാര്യം പറഞ്ഞു, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നിങ്ങൾ കുറേ കാലമായി പറഞ്ഞ് പറ്റിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ, അതായത് ഓരോ സ്പെക്ട്രം. ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇതാണ് ഫസ്റ്റ് ഓർബിറ്റ്, ഇതാണ് സെക്കൻഡ് ഓർബിറ്റ്. ഈ സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റിലാണ് എപ്പോഴും എനർജി കൂടുതലുണ്ടാവുക. നമ്മൾ പഠിക്കും ഫസ്റ്റ് ഓർബിറ്റിലാണ് എനർജി കൂടുതലുണ്ടാവുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള എനർജി റിലീസ് ചെയ്യും. ഓക്കെ ആണോ? ഐ മീൻ ഇതാണ് കൂടുതൽ നെഗറ്റീവ് എനർജി, ഇതിലാണ് കുറവ് എനർജി ഉണ്ടാവുക. അപ്പോൾ രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ എക്സസ് എനർജി റിലീസ് ചെയ്യും. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവുന്നത്. സോ ചാടുമ്പോൾ E1 - E2 = H2. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് നീ പുറത്ത് കാണുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ശരി. എങ്കിലും ഈ ബോർ വന്നപ്പോഴേക്ക് തന്നെ ബോറിനെ പുറത്താക്കി. കാരണം ഇതിന് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെന്ന് NCERT ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് പറയുന്നുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3-4 പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം കുഡിൻ്റ് എക്സ്പ്ലെയിൻ. ഞാൻ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ, കുഡിൻ്റ് എക്സ്പ്ലെയിൻ ആണ് ഇത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ കുഡിൻ്റ് എക്സ്പ്ലെയിൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെക്ട്രൽ ലൈൻസ് പറയാൻ പറ്റിയില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പറഞ്ഞു, പക്ഷേ സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെയെന്ന് പറയാൻ പറ്റിയില്ല. അതുപോലെ തന്നെ സീമൻ എഫക്റ്റ്, അതുപോലെ സ്റ്റാർക്ക് ഇഫക്റ്റ്, പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത്, ഇത് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമായിരുന്നു വാലിഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് ഓൺലി വാലിഡ് ഫോർ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം. ഹൈഡ്രജൻ മാറ്റി ഹീലിയോ ലിത്തിയോ ബോറോണൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പരിപാടി ശരിയാവില്ല. ഓക്കെ ആണല്ലോ. ശരി. അടുത്തത്, ഇത് സർക്കുലർ ഓർബിറ്റ്സിന് ബേസ് ചെയ്തുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്കറിയാം ആക്ച്വലി അങ്ങനെ ഒരു ഓർബിറ്റ് ഇല്ല. ശരിക്കും അങ്ങനെ ഒരു ഓർബിറ്റ് ഉണ്ടോ? ഇല്ല. ദർ ഈസ് ഓൺലി ആൻ എനർജി ലെവൽ. ഓക്കെ ആണല്ലോ. സോ സർക്കുലർ ഓർബിറ്റ് അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ സർക്കുലർ ഓർബിറ്റ്. ഓക്കെ ആണല്ലോ. ശരി. ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അടുത്തത്, അതുപോലെ തന്നെ ഓക്കെ, ഇത് മതി. ഇനിയുള്ള ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഓക്കെ ആണല്ലോ. സോ ഈ ഷോർട്ട് കമ്മിങ്സ് എല്ലാം ഓർത്തിരിക്കട്ടെ. ഈ 4 എന്തായാലും ഓർത്തിരിക്കുക. സോ ദിസ് ഈസ് വൺ ഓഫ് ദി മെയിൻ തിങ്. ഓക്കെ ആണല്ലോ. ശരി. ഇനി നമ്മൾ മെറിറ്റ്സ് ഓഫ് ബോർ മോഡലിലേക്ക് പോകാൻ. ഇതിലെ മെറിറ്റ്സ് ആണ് നമ്മുടെ കുട്ടികളുടെ തലവേദനയും. കാരണം ഈ ഒരു മെറിറ്റുകൾ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ്, തല കറക്കുന്ന ഇക്വേഷൻസ് വന്നത്. സാർ ഇക്വേഷൻസ് ഒക്കെ എഴുതി തരാം ആൻഡ് യു ആർ സപ്പോസ് ടു ലേൺ. നമുക്കതങ്ങനെ ഒമിറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. ശരി. സോ വാട്ട് ആർ ദി മെറിറ്റ്? ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബോർ മോഡലിലേക്ക് വരാം. അതിൽ ആദ്യമുള്ളതാണ് റേഡിയൈ ഓഫ് ദി ഓർബിറ്റ്. എന്താണ് റേഡിയൈ? ഒന്നാമത്തെ കാര്യം, വാട്ട് ഈസ് എ റേഡിയൈ? അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിക്കുക. എല്ലാത്തിൻ്റെ ഇക്വേഷൻ മാത്രം പഠിക്കുക. റേഡിയൈ ഈസ് ഈക്വൽ ടു n² h² ε/π/m² എല്ലാം എന്താണെന്ന് അറിയാലോ. h is the Planck's constant, and n is the number of orbit. എത്രാമത്തെ ഓർബിറ്റാണോ കണ്ടത്? ഫസ്റ്റ് ഓർബിറ്റ് ആണോ സെക്കൻഡ് ഓർബിറ്റ് ആണോ? h is Planck's constant. ε/0 is permittivity. അതൊക്കെ അറിയാലോ. ഓക്കെ ആണല്ലോ. m is the mass of the electron, e is the charge of the electron. ഓക്കെ ആണല്ലോ. ശരി. സോ ദാറ്റ് ഈസ് എ റേഡിയൈ. ഓക്കെ ആണല്ലോ. ശരി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, നിങ്ങളോട് ആകെ അറിയേണ്ടത് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ? അത് 0.529 ആങ്സ്ട്രോം ആണ് കേട്ടോ. ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് 0.529 ആങ്സ്ട്രോം ആണ്. ഓക്കെ, ശരി. അടുത്താണ് വെലോസിറ്റി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. വെലോസിറ്റി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ v is equal to e²/2nh∈0. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. കുറച്ച് എളുപ്പമുള്ളൊരു സാധനമാണ്. e²/2nh∈0 അതാണ് വെലോസിറ്റി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ശരി.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്? ഇലക്ട്രോണിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ശ്രദ്ധിക്കാം, ഫ്രീക്വൻസി mu is equal to m e raised to 4 divided by 4 epsilon 0 square h cube n cube. ഓക്കെ ആണല്ലോ, ഇതാണ് ഫ്രീക്വൻസി. ആൻഡ് മക്കളെ, ദർ ഈസ് നോ അതർ വേ, യു ഹാവ് ടു ലേൺ ഇറ്റ്. അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നു എന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ. ബേസിക്കലി നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഓരോന്നും വന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അത് വെച്ച് പഠിച്ചാലും മതി. ഓക്കെ ആണല്ലോ. സോ തൽക്കാലം ഞാൻ ഇക്വേഷൻസ് എഴുതി പോകണം, കാരണം ഓരോന്ന് ഡെറൈവ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. ഓക്കെ ആണല്ലോ, ശരി. ഇനി അടുത്താണ് ഇലക്ട്രോൺ എനർജി. ഇലക്ട്രോൺ എനർജിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോണിന് 2 ടൈപ്പ് എനർജി ഉണ്ട്. ഇലക്ട്രോൺ ഹാവ് ഗോട്ട് എ കൈനറ്റിക് എനർജി, ഇറ്റ് ഗോട്ട് എ പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹാവിങ് എ ടോട്ടൽ എനർജി. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 3 എനർജിയാണ് ഇലക്ട്രോണിനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം കൈനറ്റിക് തിയറിനെ കുറിച്ച് സംസാരിക്കാം. കൈനറ്റിക് തിയറി ഈസ് ഈക്വൽ ടു m e raised to 4 divides 8 n square h square epsilon 0 square. m e raised to 4 divided by 8 n square h square epsilon 0 square. ഇതായിരുന്നു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അടുത്ത പഠിക്കാൻ പോകേണ്ടതാണ് എബൌട്ട് ദി പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി v is equal to E by, potential energy V is equal to minus m e raised to 4 divided by 4 n square h square epsilon 0 square. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് എ ടോട്ടൽ എനർജി ആസ് വെൽ അല്ലേ? ടോട്ടൽ എനർജിയും കൂടെ ഉണ്ടാവും. ടോട്ടൽ എനർജി is equal to minus m e raised to 4 divided by 8 n square h square epsilon 0 square. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഈ 3 എനർജിയുടെ ഇക്വേഷൻ പഠിക്കാറുണ്ട്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് വാട്ട് ഈസ് ദി ടോട്ടൽ എനർജി. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, ഫൈൻ. അടുത്ത കാര്യമാണ് ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ. എമിറ്റഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, അതായത് ഇത് ഒരു ഹയർ ഓർബിറ്റ് n2, ദിസ് ഈസ് എ ലോവർ ഓർബിറ്റ് n1. n2 n1 ഞാൻ പറഞ്ഞു, എനർജി ഓർബിറ്റ് കൂടുന്നവരും എനർജി കൂടും, മോർ പോസിറ്റീവ് ആവും. എന്തിനാണ്? എസ്കേപ്പ് ചെയ്ത് പോവുക. അപ്പോൾ മുകളിലിരിക്കുന്ന, അത് ഹയർ ഓർബിറ്റിലിരിക്കുന്ന ഒരു എന്താ പറയുക ഇലക്ട്രോൺ ലോവർ ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ ഇറ്റ് വിൽ ജസ്റ്റ് എമിറ്റ് സം എനർജി. ഓക്കെ ആണല്ലോ. അതാണ് എനർജി എമിറ്റഡ് ബൈ അല്ലെങ്കിൽ എനർജി എമിറ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദി എനർജി എമിറ്റഡ്? എനർജി എമിറ്റഡ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമിറ്റഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇസ്, ദിസ് ഈസ് ഈക്വൽ ടു 1 by ലാംഡയാണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു r into 1 by n1 square by 1 by n2 square. ഓക്കെ ആണല്ലോ. ആൻഡ് r is a new guy, പുതിയ ഒരാളാണ്. ദിസ് ഗൈ is called as Rydberg's constant. ഓക്കെ ആണല്ലോ, Rydberg's constant. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 into 10 raised to 7 per meter. ഓക്കെ ആണല്ലോ. So this is about the frequency of emitted radiation. ഓക്കെ ആണല്ലോ, this is the frequency of emitted radiation എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഓക്കെ, ശരി. അതുപോലെ തന്നെ ഫ്രീക്വൻസിക്ക് വേറൊരു ഇക്വേഷൻ കൂടെ, അതും കൂടെ പഠിച്ചോളൂ. ഫ്രീക്വൻസി is equal to m e raised to 4 by 8 epsilon 0 square h cube into 1 by n1 square minus 1 by n2 square. ഓക്കെ ആണല്ലോ. സോ അതാണ് ഫ്രീക്വൻസിയുടെ കാര്യം. ഓക്കെ ആണല്ലോ, ശരി. അടുത്തതാണ് എബൌട്ട് ദി എനർജി ലെവൽസ് ഇൻ ഹൈഡ്രജൻ ആറ്റം. മക്കളെ, ഇതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എടുത്ത് വരയ്ക്കേണ്ടതാണ്. മനസ്സിലാക്കുക, ഇത് കാണാപ്പാടം പഠിക്കുക, നിങ്ങൾക്ക് ഒരുപാട് എളുപ്പമാണ്. ഇത് ഹൈഡ്രജനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റിലുള്ള എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. n2 എന്ന് പറയുന്നത് -3.4 ആണ്. n3 എന്ന് പറയുന്നത് -1.51 ആണ്. 4 is 0.85, 5 is 0.51. ഈ 5 നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉത്തരം വരും. ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും, വാട്ട് ഈസ് ദ എനർജി ലെവൽ ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്, ഗ്രൗണ്ട്സ് ഓർബിറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എനർജി ലെവൽ ഓഫ് സെക്കൻഡ് ഓർബിറ്റ് എന്ന് ചോദിക്കും. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, സർ
അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് 1-ൽ നിന്ന് 3-ലേക്ക് എനിക്കൊരു ഇലക്ട്രോണിനെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എത്ര എനർജി കൊടുക്കണം? ഈസിയാടാ, ഇവർക്കിടയിലുള്ള എനർജി ഡിഫറൻസ് നോക്കിയാൽ -13.6 -1.5. ഓക്കെ, എത്രയാണോ അത് അത്ര കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ചോദിക്കും വാട്ട് ഈസ് ദ എനർജി റിക്വയർഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എനർജി എമിറ്റഡ് വെൻ ആൻ ഇലക്ട്രോൺ ജംപ് ഫ്രം 3 to 1. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മൈനസ് ഇത് പരസ്പരം അങ്ങ് മൈനസ് ചെയ്യുക, കിട്ടുന്നത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നിനക്ക് ഒരു അതായത് ഇലക്ട്രോൺ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനർജി കൊടുക്കണം. ഓക്കെ ആണല്ലോ, എനർജി കൊടുക്കണം. നേരെ മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ആ എക്സസ് എനർജി നമുക്ക് തരും. ഓക്കെ ആണല്ലോ. സോ അതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിലത്തെ ഒരു വാല്യൂ പോലും മറക്കരുത്, വരയ്ക്കുക, ഇപ്പം തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ, ശരി. സോ വാട്ട് ഈസ് ദി എനർജി ഓഫ് nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം? ഈ n എന്ന് പറയുന്നത് -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ ആണല്ലോ, -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ജൂളാണ്. ഓക്കെ ആണല്ലോ, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ജൂളാണ്. ഓക്കെ ആണല്ലോ, ശരി. ഓക്കെ, അപ്പോൾ ഇത് സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈസിലി ഒരു കാര്യം എഴുതാം. ഇതെല്ലാം ദീസ് ആർ എനർജി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ, ദീസ് ആർ എനർജി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ, ഇതെല്ലാം എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ വാട്ട് ഡു യു മീൻ ബൈ ബൈൻഡിങ് എനർജി ഓർ അയോണൈസേഷൻ എനർജി അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് എ ബൈൻഡിങ് എനർജി റിക്വയർഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് അയോണൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ച് +13.6 +3.4 +1.5 അതാണ്. എന്താണ് നെഗറ്റീവ് ആണെന്നുള്ളത് അതിൻ്റെ നേരെ പോസിറ്റീവ് ആണെന്ത് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി ബൈൻഡിങ് എനർജി. ശരി, ഓക്കെ. സോ അത് കഴിഞ്ഞു. ഇനി ദിസ് ഇസ് അനദർ തിങ് വിച്ച് യു ഹാവ് ടു ലേൺ വെരി നൈസ്ലി. നമുക്കതിലേക്ക് പോവാം. സോ സർ കെമിസ്ട്രി എടുക്കില്ലേ? ഞാൻ കെമിസ്ട്രി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഇന്ന് ഈവനിങ് ആയിട്ട് ഐ വിൽ ബി ജസ്റ്റ് ഗോയിങ് ഹോം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇഫ്താർ ഉണ്ട് ഇന്ന്. നമ്മുടെ നിങ്ങൾ മേ ബി പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമ്മുടെ ഡോപ്പയുടെ ഇഫ്താർ മീറ്റാണ് കേട്ടോ. ഇഫ്താർ മീറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാവരും ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളെല്ലാവരും കൊണ്ടുവരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോഗ്രാം തരാമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. നിങ്ങൾക്കൊരു നേരം ഫുഡ് തരുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണെന്ത് നിങ്ങളുടെ അത്രയും മണിക്കൂർ. കാരണം പ്രോബബ്ലി ഒരു ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങുന്ന അറേഞ്ച്മെൻറ്റ് രാത്രി വരെ ഉണ്ടാവും. സോ ഞങ്ങളിന്ന് ഫാക്കൽറ്റീസ് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ സ്റ്റാഫ് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മുടെ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്. ഓക്കെയാണ്. സോ ഐ എം ലൈക്ക് പ്രിറ്റി എക്സൈറ്റഡ്. കാരണം നമ്മൾ ഒരുപാട് പേര് എന്താ പറയുക എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഒരുപാട് പേരുണ്ട് അല്ലേ ഡോപ്പയിൽ. ബട്ട് എല്ലാവരെയും നമുക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അത് റീസൺസ് നിങ്ങൾക്കറിയാം. ഓരോരുത്തർ ഓരോ ടൈമിലായിരിക്കും. ഇപ്പോൾ ഞാൻ വരും, ഞാൻ രാവിലെ വന്ന് 8 മണിയാകുമ്പോഴേക്കും ലൈവ് എടുത്ത് പോകുന്ന ആളാണ്. പിന്നെ എനിക്ക് സ്റ്റുഡിയോയിലേക്ക് ആവശ്യം ഉണ്ടാവാറില്ല. ഓക്കെ, സോ എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. സോ എന്താ പറയുക ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് കെമിസ്ട്രി എനിക്ക് തോന്നുന്നു ഐ ഹാവ് ചാർട്ടഡ്. എനിക്ക് തന്നിട്ടുള്ളത് കുറച്ച് ഓർഗാനിക് അല്ല, ഇനോർഗാനിക് ആണ്. ഓർഗാനിക് വിൽ ബി ടേക്കൺ ബൈ അജിത്. സോ ഇനോർഗാനിക് കുറച്ച് ചാപ്റ്റേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്. സോ ഐ വിൽ ബി ടേക്കിംഗ് മോസ്റ്റ് പ്രോബ്ലി D&F, S ബ്ലോക്ക്, P ബ്ലോക്ക്, അങ്ങനെ എല്ലാവരും മാറ്റി വെച്ച ചാപ്റ്റേഴ്സ്. എന്നാൽ അപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ കുട്ടികളും പഠിക്കേണ്ടെന്ന് വിചാരിച്ച കുറച്ച് ചാപ്റ്ററുകൾ അതന്നെ അങ്ങ് പഠിപ്പിച്ചാലോ. കാരണം ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എഗെയിൻ മച്ച് മോർ സിംപിൾ അല്ലേ. അപ്പോൾ അതിനകത്ത് ഇതേപോലെ സ്ലൈഡും അതുപോലെ എന്താ പറയുക ഹൈഫൈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്യുവർ NCERT. ഓക്കെ ആണല്ലോ. NCERT വായിച്ച് NCERTയിൽ എന്താണുള്ളത് NCERT പഠിപ്പിച്ചു തരാൻ പോവാണ്. ഓക്കെ, സോ ഇപ്പം അടുത്തെന്തായാലും ഉണ്ടാവില്ല. ബിക്കോസ് ഐ എം ഗോയിങ് ഹോം. വീട്ടിലൊക്കെ ഒന്ന് പോയി വന്ന്. കാരണം എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എൻ്റെ എക്സാംസ് 29th കഴിഞ്ഞത്. തിയറി എക്സാംസ് ഒക്കെ എക്സാം കഴിഞ്ഞ് 30th രാവിലെ തൊട്ട് ഇവിടെ ലൈവിന് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊന്നും പോയിട്ടില്ല. സോ ഇറ്റ്സ് ബീൻ ലോങ് സിൻസ് ഐ വെൻറ്റ് ടു ഹോം. സോ പറ്റുകയാണെങ്കിൽ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി വരണം. 4 ഡേയ്സിനടുത്ത് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി വന്ന് വി വിൽ ബി ഡൂയിങ് സം ഇൻഓർഗാനിക് ആസ് വെൽ. ഓക്കെ ആണല്ലോ. ശരി. ഷംല ഈസ് സെയിങ് ഹായ് ചേട്ടാ. ഹായ്. കുറച്ച് ഡിലേ ആയല്ലോടാ. എന്ത് പറ്റി? 7:45 7:15 അറൗണ്ട് 45 minutes ആയി. നമ്മൾ ഓൾമോസ്റ്റ് ഇൻടു ആറ്റംസ് ആണ്. ഓക്കെ, സോ ഈ ഒരു സാധനം വരച്ച് വെച്ചാൽ തന്നെ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാം റിഗാർഡിങ് യുവർ ആറ്റംസ് വിൽ ബി കംപ്ലീറ്റഡ്. മനസ്സിലാക്കാം. സ്പെക്ട്രൽ ലൈൻസ് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക്, അതായത് ഹയർ എനർജി ഓർബിറ്റിൽ നിന്ന് ലോവർ എനർജി ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ റിട്ടേൺ ചെയ്യുന്ന സമയത്ത്
അത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അതിനാണ് ഓരോ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഏതെങ്കിലും, അതായത് ഇൻഫിനിറ്റിന്നോ ഏതെന്നാണെങ്കിലും ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ലൈമൻ സീരീസ്. ഓക്കെ ആണല്ലോ, ലൈമൻ സീരീസ് ലൈക്ക് ഇൻഫിനിറ്റി 5 4 എവിടെ നിന്നാണെങ്കിലും 1ലേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ, സോ ഇറ്റ് ഈസ് ജമ്പിങ് ഫ്രം എനിത്തിങ് ടു 1, അപ്പോൾ നമുക്ക് കിട്ടും ലൈമൻ സീരീസ്. അതുപോലെ ഏതൊരു ഇലക്ട്രോണും പുറത്തുനിന്ന് എവിടുന്നെങ്കിലും നേരെ രണ്ടാമത്തെ ഓർബിറ്റിലേക്ക് ചാടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ബാൽമർ സീരീസ്. ഓക്കെ ആണല്ലോ. അതുപോലെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ എവിടുന്നെങ്കിലും ചാടി ലാസ്റ്റ് മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് എത്തുകയാണെങ്കിൽ യു ഗെറ്റ് പാഷൻ സീരീസ്. അതുപോലെ നാലാമത്തെ ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ യു ഗെറ്റ് ബ്രാക്കറ്റ് സീരീസ്. അഞ്ചാമത്തെ ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ യു ഗെറ്റ് ഫൺ സീരീസ്. ഓക്കെ ആണല്ലോ. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. യൂഷ്വലി ചോദിക്കുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദി എനർജി ലെവൽ ഓഫ് ദി ഓർബിറ്റ് ടു വിച്ച് ദ ലൈമൻ സീരീസ് എക്സിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ലൈമൻ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ട് ചാടുമ്പോഴാണ്? 1ലേക്ക് ചാടുമ്പോൾ. അപ്പോൾ അതിൻ്റെ എനർജി ലെവൽ എത്ര? 13.6. കുട്ടികൾ പറയും സാർ ഇവരെന്തൊക്കെയൊക്കെയോ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാടാ. ചിലപ്പോൾ അവർ ചോദിക്കും പാഷൻ സീരീസിൻ്റെ ബേസ് ലെവൽ എനർജി എത്രയാണ്? n=3 -1.51. അതാണ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തത്, തൊട്ട് മുന്നേ ആ എനർജി ലെവലിൻ്റെ ഈ പടം കാണിച്ചത്. കാരണം ഇത് മതി, ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കാം. സോ ആ ഒരു 5 വാല്യൂസ്, കാരണം ആ 5 വാല്യൂസ് സ്പെസിഫിക്കായി എടുത്തത് 1 2 3 4 5, ആ 5 സീരീസിൻ്റെ ബേസിക് എനർജി ലെവലിലൂടെ പഠിപ്പിച്ചു തരാനാടാ. ഓക്കെ ആണല്ലോ. സോ ആരും ഇത് മിസ്സാക്കരുത്. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് സമയം കൊണ്ട് നിങ്ങളിത് വരച്ചെടുത്തിട്ടുണ്ടെന്ന് കൂടെ വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് സ്ലോ ആക്കിയത്. ഇനി നമുക്ക് ലൈമൻ സീരീസിലേക്ക് വരാം. ഓക്കെ ആണല്ലോ. ലൈമൻ സീരീസിന് പ്രത്യേകത, ഇതിൽ ചാടുന്നത് n1 = 1 ആണ്. ഫസ്റ്റത്തെ സീരീസിലേക്കാണ് വരുന്നത്. ബട്ട് n2 = 2 3 4 എക്സെട്ര. അപ്പോൾ നമ്മളിവിടെ അതിനെല്ലാത്തിനും വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 1/λ = r × 1/n1² - 1/n2². ഓക്കെ ആണല്ലോ. ഇത് ഈ ഇക്വേഷനെ ബേസ് ചെയ്താണ് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഇവിടെ n1 1 ആണ്, അതുപോലെ n2 2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1/λ = r × 1/n1² - 1/n2² ആയിരുന്നു. ശരിയാണല്ലോ? അതെ. സോ ദിസ് ഇസ് r × 1/1² - 1/2². ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു r × 1 - 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 3/4r. അഥവാ 1/λ = 3/4r or λ = 4/3r. റിഡ്ബർഗിൻ്റെ കോൺസ്റ്റൻ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 1216 ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ ഇത് ഞാൻ ജസ്റ്റ് ഒരൊറ്റ ഒന്ന് വൃത്തിക്ക് എഴുതാനാണ്. ഇനിയുള്ള വാല്യൂസ് മാത്രമേ എഴുതുള്ളൂ. ശ്രദ്ധിച്ച് ഏതൊരു സീരീസിനിടയിൽ കണ്ടുപിടിക്കാൻ n1 എത്രയാണ്, ഇത് ലൈമൻ ആണെങ്കിൽ 1 കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത സീരീസ് എന്താ പറയുക, അടുത്ത സീരീസ് വാസ് നെക്സ്റ്റ് സീരീസ് ഏതായിരുന്നു, പേര് പറഞ്ഞല്ലോടാ. ഓക്കെ, ബാൽമർ സീരീസ് ആണെങ്കിൽ ഇവിടെ 2 കൊടുക്കാം. അത്രേ ഉള്ളൂ. എന്നിട്ട് അത് സോൾവ് ചെയ്യുക, ഇതേപോലെ കൊണ്ടുവരിക, ലാംഡയ്ക്കുള്ളൊരു ഇക്വേഷൻ ഉണ്ടാക്കുക, ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ. അതായത് 10.97 × 10⁻⁶ അതാണ് ആറിൻ്റെ വാല്യൂ. അത് കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദി കറസ്പോണ്ടിങ് വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ശരി. അടുത്താണ് സെക്കൻഡ് മെമ്പർ. സെക്കൻഡ് മെമ്പർ എന്ന് പറയുമ്പോൾ n1 = 1 തന്നെയാണ്. ബട്ട് n2 = 3. അപ്പോൾ 1/1² - 1/3² എന്നാവും. ഓക്കെ ആണല്ലോ. വാട്ട് എവർ ഇറ്റ് ഇസ്. അതിൻ്റെ ലാംഡയുടെ വാല്യൂ പറഞ്ഞുതരാം. λ = 9/8r. ദിസ് ഇസ് ഈക്വൽ ടു 1026 ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ. ശരി. അതുപോലെ വാട്ട് ഈസ് ലിമിറ്റിംഗ് മെമ്പർ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഡയറക്റ്റ് ചോദിക്കുന്ന കാര്യമാണ്. ലിമിറ്റിംഗ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടുന്നത് 1ലേക്ക് തന്നെയാണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ ലൈമൻ സീരീസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എവിടെ നിന്നാണ് ചാടുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ജമ്പിങ് ഫ്രം ഇൻഫിനിറ്റി. സോ ഒരാൾ ഇൻഫിനിറ്റിയിൽ നിന്ന് അതിൻ്റെ ഓർബിറ്റിലേക്ക്, സപ്പോസ് അത് ഫസ്റ്റ് ഓർബിറ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ഓർബിറ്റ് ആയിക്കോട്ടെ, തേർഡ് ഓർബിറ്റ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ചാടുന്നത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നീ അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ലിമിറ്റിംഗ് മെമ്പർ എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് 1/λ = r × 1/1² - 1/∞². ഓക്കെ ആണല്ലോ.
So this is equal to R into, ഇത് 0 ആയി 1 by 1 എന്ന് പറയുമ്പോൾ 1, or this is R. Okay ആണല്ലോ. Or lambda is equal to 1 by R. So this is equal to 912 angstrom. Okay ആണല്ലോ, 912 angstrom. അപ്പോൾ ഇനി അടുത്ത ചോദ്യമാണ്, Lyman series lies in which series? അത് ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് മക്കളെ, സാറ് പറയാൻ വിട്ടുപോയതാണ്, ഇനി നിങ്ങൾ വിട്ട് കളയരുത്. ദിസ് ലൈസ് ഇൻ യു വി റീജിയൻ. Lyman series lies in UV region. Okay ആണല്ലോ, Lyman series ഉള്ളത് യു വിയിലാണ്. ആൻഡ് ലിമിറ്റിംഗ് മെമ്പർ ഈസ് വെൻ N2 is equal to infinity. ഓക്കെ ആണല്ലോ. +2 P ബ്ലോക്ക് എടുക്കണം ഡെഫിനറ്റ്ലി, അതൊക്കെ എനിക്ക് തന്നെ ഇട്ടുള്ള തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ ചാപ്റ്റേഴ്സാണ് ഫുള്ള് തരുന്നത്, എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഫുൾ ഇങ്ങനത്തെ കൂടുതൽ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോൾ സംഭവം രസമാണ്, എനിക്കിഷ്ടമാണ്. ബട്ട് കാണുന്ന കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം കുറച്ചുകൂടെ നല്ല കൺസെപ്റ്റ്സ് ഉള്ള ചാപ്റ്റർ അല്ലേ. ബട്ട് ഐ ക്യാൻ ഡു നത്തിങ്, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ബാൽമർ സീരീസ്. ബാൽമർ സീരീസ് എന്താണെന്ന് അറിയാലോ. ബാൽമർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, എവിടെ നിന്നാണെങ്കിലും ഇതിൻ്റെ N1 എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ബാൽമർ സീരീസ് എന്ന് പറയുന്നത്. സോ ഞാൻ അഗെയിൻ ഇതിൻ്റെ ആൾക്കാരെ കുറിച്ച് എഴുതുകയാണ്. ഫസ്റ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ N1 is equal to 2, N2 equal to 3 ആണ്. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ 1/2² മൈനസ് 1/3² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ is equal to 36/5R ആണ്. ആൻഡ് ദ വാല്യൂ ഈസ് 6563 ആങ്സ്ട്രോം. 6563 ആങ്സ്ട്രോം. വാട്ട് ഈസ് സെക്കൻഡ് മെമ്പർ? സെക്കൻഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ N2 2 തന്നെയാണ്, N3 ഇവിടെ 4 ആവും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ആൻഡ് ലാംഡ ഈസ് ഈക്വൽ ടു 16/3R ആൻഡ് ദ വാല്യൂ ഈസ് 4861 ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ, ആങ്സ്ട്രോം. അടുത്താണ് ലിമിറ്റിംഗ് മെമ്പർ, അറിയാലോ. എഗെയിൻ N1 is equal to 2 ആണ്, N3 is equal to infinity ആണ്, N3 is equal to infinity ആണ്. സോ ലാംഡ is equal to R/4 ആണ്, ആൻഡ് ദാറ്റ് is equal to 3646 ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ. സോ ലിറ്ററലി ആർക്കെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ അവസാനം കാണാപ്പാടം പഠിച്ച് പോകണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് സാർ കറക്റ്റ് തരുന്നുണ്ട് കേട്ടോ, ഓരോ ലാംഡയുടെ വാല്യൂം തരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പഠിക്കുക, എന്നാൽ പിന്നെ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എത്താമല്ലോ. ശരി, ഇനി ഇതിൻ്റെ കാര്യം ബാൽമർ സീരീസിനെ പ്രത്യേകത. ബാൽമർ സീരീസ് ലൈസ് ഇൻ യു വി ആൻഡ് യു വി മാത്രമല്ല ആൻഡ് വിസിബിൾ റീജിയൻ. ഓക്കെ ആണല്ലോ. ഇത് യു വി സ്പെക്ട്രോം കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിസിബിൾ സ്പെക്ട്രോം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ അതാണ് ബാൽമർ സീരീസിൻ്റെ പ്രത്യേകത. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്താണ് പാഷൻ സീരീസ്. പാഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ N1 is equal to 3 ആണ്, N2 എന്ന് പറയുന്നത് 4, 5, 6 അപ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതിലൊക്കെ നിങ്ങൾക്ക് മൊത്തം ഇങ്ങനെ 3 മെമ്പേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് യൂഷ്വലി ചോദിക്കാറ് ഈ 2 സീരീസാണ്, അതാണ് തന്നത്. ബാക്കിയുള്ള നിങ്ങൾക്ക് വേണം നിങ്ങൾ എക്സാമിന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ തന്ന കാര്യമല്ല. പക്ഷേ ഫസ്റ്റ് മെമ്പറിൻ്റെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെമ്പറിൻ്റെ വേവ് ലെങ്ത്ത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെമ്പറിൻ്റെ വേവ് ലെങ്ത്ത് N1 is equal to 3, N2 is equal to 4 ആവുമ്പോൾ വേവ് ലെങ്ത്ത് ലാംഡ is equal to 18,750 ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ലൈ ഇൻ ഇൻഫ്രാറെഡ് റീജിയൻ. ഓക്കെ ആണല്ലോ. ഞാൻ ഇത്രയും വലുതാക്കി എഴുതാൻ കാരണം ഇത് ചോദിക്കുന്നതുകൊണ്ടാണ്. എവിടെയാണ് ഇവർ ലൈ ചെയ്തതെന്ന് ഇവർ റെഗുലറി ചോദിക്കാറുണ്ട്. ലൈമൻ യു വി അല്ല, ലൈമൻ യു വി ആണല്ലോ. ലൈമൻ ഇസ് യു വി. ലൈമൻ യു വി എന്നല്ലേ ഞാൻ എഴുതിയ യു വി. ലൈമൻ ഇസ് യു വി ഓൾറെഡി പറഞ്ഞാണല്ലോ. ലൈമൻ ഇസ് യു വി. ബാൽമർ യു വിയിലും വിസിബിളിലും ഉണ്ട്. പാഷൻ ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ ആണല്ലോ. ശരി, അടുത്താണ് ബ്രാക്കറ്റ് സീരീസ്. ബ്രാക്കറ്റ് സീരീസ് അഗെയിൻ N1 is equal to 4 ആണ്, N2 is equal to 5, 6, 7 etc. ആണ്. ഓക്കെ ആണല്ലോ. N1 is equal to 4 ആണ്, N2 is 5, 6, 7 etc. അതാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് എന്താണ്, ബാക്കി അതിന് വാല്യൂസ് ഒന്നും പഠിക്കേണ്ട, എവിടെ വീഴുന്നു എന്ന് പഠിക്കാം. ദിസ് ഗൈ ലൈസ് ഇൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രം. ഓക്കെ ആണല്ലോ. ബ്രാക്കറ്റ് സീരീസ് ഉള്ളത് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലാണ്. ഓക്കെ, അടുത്താണ് ഫൺ സീരീസ്. ഫൺ സീരീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ N1 എന്ന് പറയുന്നത് 5 ആണ്, അതുപോലെ N2 എന്ന് പറയുന്നത് 6, 7, 8 ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് വേർ ഡു ദേ ലൈ? ദേ ഓൾസോ ലൈ ഇൻ ദി ഇൻഫ്രാറെഡ് റീജിയൻ. ഓക്കെ ആണല്ലോ. ഇതും ലൈ ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഫൈൻ.
സോ ദിസ് ഈസ് വൺ തിങ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പുറത്ത് ഒരു ചെറിയ ഒരു ടേബിൾ, ഇതിൽ ടേബിൾ ഉണ്ടാക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഒരു കൺക്ലൂഷൻ, നമ്മുടെ ബാഹുബലിയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് നിങ്ങൾ എഴുതിയ കാര്യം തന്നെയാണ് സാർ ഒന്നും കൂടെ എഴുതുകയാണ്, കാരണം നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്പർ സീരീസ് ഒബ്സർവ്ഡ്, value of n1, value of n2, position in spectrum. ഇങ്ങനെയാണ് ആ ഒരു ടേബിൾ പോകുന്നത്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കുക. സോ ഇവിടെ ഒന്ന് ലൈമൻ സീരീസ്, ലൈമൻ സീരീസിന് n1 1 ആണ്, n2 2 3 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ്. ദേ ലൈ ഇൻ UV. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ആൾ ബാൽമർ സീരീസ് ആണ്, അവരുടെ n2 is 2, ദിസ് ഇസ് 3 4 5 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ദേ ലൈ ഇൻ വിസിബിൾ ആൻഡ് നിയർ അൾട്രാവയലറ്റ്. പ്രിഡോമിനൻറ്റ് വിസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വിസിബിളും UVയും രണ്ട് ഓപ്ഷൻ തന്നിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിസിബിൾ കുത്തണം. ഓക്കെ ആണല്ലോ, ശരി. ഇനി മൂന്നാമത്തെ കാര്യം പാഷൻ സീരീസ് 3, സോ 4 5 6 അപ് ടു ഇൻഫിനിറ്റി. ദേ ലൈ ഇൻ ഇൻഫ്രാറെഡ്. നാലാമത്തത് ബ്രാക്കറ്റ് സീരീസ് 4 ആണ്, 5 6 7 അപ് ടു ഇൻഫിനിറ്റി, ഇൻഫ്രാറെഡ്. അഞ്ചാമത്തത് ഫൺ സീരീസ് ആണ്, ദാറ്റ് ഈസ് 5, ദാറ്റ് ഈസ് 6 7 8 അപ് ടു ഇൻഫിനിറ്റി. ദേ ഓൾസോ ലൈ ഇൻ ഇൻഫ്രാറെഡ്. ഓക്കെ ആണോ? സോ ദിസ് ഇസ് വൺ ടേബിൾ വിച്ച് ഡെഫിനറ്റ്ലി ടേക്സ് അപ്പ് എവറിത്തിങ് വിച്ച് യു ഹാവ് ലേൺഡ് ഇൻ സീരീസ്. നിങ്ങൾക്ക് സീരീസിൽ എന്താണോ വേണ്ടത് അത് മൊത്തം സാർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ യു ക്യാൻ ലിറ്ററലി കോപ്പി ഇറ്റ് ആൻഡ് യു ക്യാൻ ലിറ്ററലി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ടേബിൾ. ഓക്കെ ആണോ? ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരിക്കലും സീരീസ് കാരണം നിങ്ങളുടെ ഒരു മാർക്ക് ഇനി പോകരുത്. ഓക്കെ ആണല്ലോ, ശരി. മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ പറഞ്ഞില്ല എന്നോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ നമ്മുടെ എന്താ പറയുക, ഓരോ റേഡിയസ്, വെലോസിറ്റി, ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തില്ലേ? ഈ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ഒക്കെ കിട്ടാൻ കാരണം ബോറാണ്. സോ ദാറ്റ് ഈസ് എസെൻഷ്യലി ദ മെറിറ്റ് ഓഫ് ബോർസ് ഓർബിറ്റ്. ഓക്കെ ആണോ? ദിസ് ഈസ് എസെൻഷ്യലി ദ എന്താണ് മെറിറ്റ് ഓഫ് ബോർസ് ഓർബിറ്റ്. ഓക്കെ ആണല്ലോ, ശരി. ഓക്കെ, സോ അതവിടെ കഴിയാണ്. ഓക്കെ, ഇനിയുള്ളതാണ് എക്സൈറ്റേഷൻ ആൻഡ് അയോണൈസേഷൻ ഓഫ് ആറ്റംസ്. ഓക്കെ, സോ എക്സൈറ്റേഷൻ അയോണൈസേഷൻ ഓഫ് ആറ്റംസ് എന്ന് വേറെ ഒന്നുമല്ല. നമുക്കറിയാം, നമ്മൾ ഒരു ഒരു എനർജി കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, എനർജി കൊടുക്കുകയാണെങ്കിൽ ഇത് നേരെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. എന്നിട്ട് വെൻ ഇറ്റ് കംസ് ബാക്ക് ഇറ്റ് വിൽ റിലീസ് ദി എനർജി. ഓക്കെ ഉള്ളൂ, ഇതാണ് എക്സൈറ്റേഷൻ ആൻഡ് അയോണൈസേഷൻ ഓഫ് ആറ്റംസ്. ഇതിൽ കൂടുതലൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ, ശരി. ഇനി റിസൾട്ട്സ് ഓഫ് ബോർ മോഡൽ. ആക്ച്വലി റിസൾട്ട്സ് ഓഫ് ബോർ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇത് ഒരു ടേബിൾ പോലെ വരയ്ക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, സോ ഞാൻ തന്നെ ടേബിളാക്കി വരയ്ക്കാം. എനിക്ക് തോന്നുന്നു അതാണ് റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി എ മെഗാ ടേബിൾ കേട്ടോ മക്കളെ. ആദ്യമേ പറയാം, ഇതൊരു കിടിലൻ വലിയ ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണോ ആ ഒരു വലിയ ടേബിൾ വേണം, അതായത് എൻറ്റയർ ആറ്റംസ് സമ്മറൈസ് ചെയ്യുന്ന ഒരു ടേബിൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിറ്ററലി 2 ടേബിൾ ഉണ്ടെങ്കിൽ എൻറ്റയർ ആറ്റംസ് തീരുന്ന പറയുന്നത്. ഒന്ന് ഈ ടേബിളാണ്, അടുത്തൊരു ടേബിളോടെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ബട്ട് ലെറ്റ് മീ ടെൽ യു ദിസ് സ്ട്രേറ്റ്, ഇത് കുറച്ച് വലിയ ടേബിളാണ്. വലിയ ടേബിൾ എന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങളുടെ ആറ്റംസിനെ കുറിച്ച് പഠിച്ച നിങ്ങളുടെ റേഡിയസ്, മൊമെൻറ്റം, അതുപോലെ ടൈം പീരീഡ്, എല്ലാമുള്ള ഫ്രീക്വൻസി ഒക്കെയുള്ള ഒരു വലിയൊരു ടേബിളാണ്. അപ്പോൾ ആ ടേബിൾ വരച്ചോട്ടെ. റെഡിയാണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക. ഐ വിൽ ഗോ വിത്ത് ദി ടേബിൾ. ഓക്കെ, വേണമെന്നാണ് പറയുന്നു. ലെറ്റ്സ് ഡ്രോ ഇറ്റ്. ഓക്കെ ആണല്ലോ, വരയ്ക്കാൻ പോവാണ്.
സോ പുതിയ പേജ് എടുക്കുക. ഓക്കെയാണ്, പുതിയ പേജ് എടുക്കുക. ഒരു ഫുൾ പേജ് മിനിമം വേണ്ടി വരും. സോ physical quantity formula ratio formulae for hydrogen atom, maximum value, minimum value. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ഹെഡിങ്ങിലാണ് നമ്മൾ ഈ ചാപ്റ്റർ ഈ ഒരു ടോപ്പിക്ക് പോവുക. ഓക്കെ, സോ ലെറ്റ്സ് ക്രിയേറ്റ് ദിസ് ടേബിൾ ബ്യൂട്ടിഫുള്ളി. ഓക്കെ ആണല്ലോ, വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. ആദ്യത്തെ നമ്മുടെ ഇത് റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റാണ്. റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ്. ഓക്കെ ആണല്ലോ, നമ്മളതിനെ RN എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ എന്തൊക്കെ ഇത്ര ഒന്നും എഴുതിയില്ലെങ്കിലും ഈ ഒരു ഒറ്റ ടേബിൾ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ യു ക്യാൻ ലിറ്ററലി ഗെറ്റ് എവറിത്തിങ് ഔട്ട് ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ ആണല്ലോ, ശരി. റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ് എന്ന് പറയുന്നത് RN ഇസ് ഈക്വൽ ടു N സ്ക്വയർ H സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ M K Z E സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ, അതാണ് റേഡിയസ് ഇക്വേഷൻ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ RN ഇസ് ഈക്വൽ ടു 0.53 N സ്ക്വയർ ബൈ Z ആങ്സ്ട്രം ആണ് കേട്ടോ. ഞാൻ ബാക്കിയൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് വാല്യൂ ഒക്കെ തന്നാണ്. RN ഇസ് ഈക്വൽ ടു 0.53 N സ്ക്വയർ ബൈ Z ആങ്സ്ട്രം. എളുപ്പമല്ലേ? അതെ, മനസ്സിലാക്കുക. ദിസ് RN ഇസ് പ്രപ്പോർഷണൽ ടു N സ്ക്വയർ ബൈ Z. RN ഇസ് പ്രപ്പോർഷണൽ ടു N സ്ക്വയർ ബൈ Z. റേഷ്യോ അറിയണം. R1 ഈസ് ടു, നിങ്ങളോട് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അവസാനം സാറ് നിങ്ങളെല്ലാവരും പറയും സാർ ക്വസ്റ്റ്യൻ ചെയ്തില്ല, പക്ഷേ എവറിത്തിങ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം കിഡിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പോൾ എന്നോട് ചോദിക്കും വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് എന്താണ് റേഡിയസ് ഓഫ് ഡിഫറെൻറ്റ് ഓർബിറ്റ്സ്. അതാണ് ഞാൻ തന്നെ R1 ഈസ് ടു R2 ഈസ് ടു R3. അതാണ് 1 ഈസ് ടു 4 ഈസ് ടു 9 ഈസ് ടു N സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്താ? മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ കിട്ടുന്നത് ഇൻഫിനിറ്റിയിലുള്ള ഓർബിറ്റിനാണ്, സംശയമൊന്നുമില്ലല്ലോ. മിനിമം വാല്യൂ കിട്ടുന്നത് N ഈക്വൽ ടു 1ൻ്റെ ഓർബിറ്റാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റേഡിയസിനെ സമ്മറൈസ് ചെയ്തു. റേഡിയസ് അവിടെ നിൽക്കട്ടെ. അടുത്തതാണ് വെലോസിറ്റി ഓഫ് ബോർ ഓർബിറ്റ്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ബോർ ഓർബിറ്റ്. ഞാൻ അതിനെ VN എന്ന് വിളിക്കാൻ പോവാണ്. ഓക്കെ ആണല്ലോ. വെലോസിറ്റി ഓഫ് nth ബോർ ഓർബിറ്റ് ആണ് പറയുന്നത്. VN ഇസ് ഈക്വൽ ടു 2 പൈ K Z E സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇല്ല NH. ഓക്കെ ആണല്ലോ, ഇതാണ് വെലോസിറ്റി. ദിസ് വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു Z ബൈ N. ഓക്കെ, ഇനി ആൾക്കാർക്ക് നേരത്തെ ഇപ്പോൾ ഇത് ഞാൻ തന്ന പോലെ അപ്പം ചോദിക്കും സാർ എന്തെങ്കിലും ഒരു ഇതൊക്കെ സോൾവ് ചെയ്ത് ചെറിയൊരു വാല്യൂ തരികയാണെങ്കിൽ ഞങ്ങളങ്ങ് ജീവിച്ച് പൊക്കോളൂ. നിങ്ങളുടെ ഇക്വേഷനാണിത്. VN ഇസ് ഈക്വൽ ടു 2.2 ഇൻറ്റു 10⁻⁶ Z ബൈ N. ഇതൊക്കെ ഞാൻ അധികം നേരത്ത് കാണാപ്പാടം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ്. അല്ല, നിങ്ങൾ പറയണം സാർ കുഴപ്പമില്ല, കാരണം ഇത് മൊത്തം സോൾവ് ചെയ്ത്, അതായത് ഈ മൊത്തം വാല്യൂ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും വൈകുന്നേരമാവും. ഇത് തരാണെങ്കിൽ 2.2 ഇൻറ്റു 10⁻⁶ പഠിച്ചാൽ പോരെ, ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചോളാം എന്നുള്ളവർക്ക് എടുത്തോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് V1 ഈസ് ടു V2 ഈസ് ടു V3 പറഞ്ഞേ? ദാറ്റ് ഈസ് 1 ഈസ് ടു 1/2 ഈസ് ടു 1/3 ഈസ് ടു 1/4 ഈസ് ടു 1/n. മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റി മനസ്സിലാക്കി. ഏറ്റവും സ്പീഡിൽ ഇതല്ലേ മാക്സിമം വാല്യൂ കറങ്ങുന്നത് N ഈക്വൽ ടു 1ലാണ്. മിനിമം സ്പീഡുള്ളത് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ ആണല്ലോ, ശരി. അങ്ങനെ നമ്മുടെ വെലോസിറ്റി കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഈസ് മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ. മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇതാണ് P എന്ന് പറയുന്നത്, മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ. ശരി, അത് ശ്രദ്ധിക്കാം. മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ Pn ഇസ് ഈക്വൽ ടു 2 പൈ Km Z E സ്ക്വയർ ബൈ NH അഥവാ
പി എൻ ഈസ് പ്രപ്പോർഷണൽ ടു സെറ്റ് ബൈ എൻ. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ വാല്യൂസ് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട, കാരണം യൂഷ്വലി നിങ്ങളോട് റേഡിയസും വെലോസിറ്റിയും ചോദിക്കാറുള്ളൂ. ഇതൊന്നും അങ്ങനെ ചോദിക്കാറേ ഇല്ല. ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ റേഷ്യോ മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. സോ P1 ഈസ് ടു P2 ഈസ് ടു P3 ഈസ് ടു എക്സെട്ര അപ് ടു P എന്ന് പറഞ്ഞത് 1 ഈസ് ടു 1/2 ഈസ് ടു 1/3 എക്സെട്ര 1/n. ഇതിൻ്റെ മാക്സിമം വാല്യൂ n ഈക്വൽ ടു 1 കിട്ടുക, മിനിമം വാല്യൂ കിട്ടുക n ഈക്വൽ ടു ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ ആണല്ലോ. കഴിഞ്ഞു. അങ്ങനെ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ നമ്മളവിടെ സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് സമ്മറൈസ് ചെയ്യേണ്ടത് ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റി ഈസ് ഒമേഗ എൻ. അതിനൊന്ന് സമ്മറൈസ് ചെയ്യാം. ശ്രദ്ധിക്കാം. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എൻ ഇസ് ഈക്വൽ ടു 8 pi cube k square z square m e raised to 4 divided by n cube h cube. So omega n is proportional to z cube by n cube ആണ്. So omega 1 is to omega 2 is to omega 3 etc. omega n എന്ന് പറയുന്നത് 1 is to 1/8 is to 1/27 is to 1/n cube ആണ്. ഇവിടെ മാക്സിമം വാല്യൂ 1 കിട്ടുക, മിനിമം വാല്യൂ ഇൻഫിനിറ്റിയിലാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ശരി. ഓക്കെ. സോ അതും കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ശരി. അടുത്തത് ടൈം പീരിയഡ്. ടൈം പീരിയഡ് ഓഫ് ഇലക്ട്രോൺ അഥവാ ടി എൻ. ടൈം പീരിയഡ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ശ്രദ്ധിക്കാം. ടൈം പീരിയഡ് ടി എൻ ഇസ് ഈക്വൽ ടു എൻ ക്യൂബ് എച്ച് ക്യൂബ് ഹോൾ ഡിവൈഡ്സ് 4 pi സ്ക്വയർ കെ സ്ക്വയർ സെറ്റ് സ്ക്വയർ എം ഇ റൈസ് ടു 4. അതാണ് ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടൈം പീരിയഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു n cube by z cube. Okay ആണല്ലോ. ടൈം പീരിയഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു n cube by z cube. So what is the ratio of T1 is to T3 is to 3 etc. up to Tn? 1 is to 8 is to 21 up to n cube. മാക്സിമം വാല്യൂ ഇൻഫിനിറ്റിയിലാണ്, മിനിമം വാല്യൂ 1 ഓക്കെ ആണല്ലോ. സോ അങ്ങനെ നമ്മൾ ടൈം പീരിയഡ് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അടുത്ത സമ്മറൈസ് ചെയ്യാനുള്ളത് ഫ്രീക്വൻസിയാണ്. frequency Fn, and frequency Fn is equal to 4 pi square k square z square e raised to 4 m whole divides n cube h cube. അഥവാ frequency is directly proportional to z cube by n cube ആണ്. ഓക്കെ ആണല്ലോ. or F1 is to F2 is through F3 etc. up to Fn എന്ന് പറയുന്നത് എന്താടാ? 1 is to 1/8 is to 1/27 is to 1/n cube. ഓക്കെ ആണല്ലോ. ശരി. ഇതിലും n ഈക്വൽ ടു 1 to n ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. മാക്സിമം വാല്യൂ 1 മിനിമം വാല്യൂ ഇൻഫിനിറ്റിയിലാണ്. അങ്ങനെ വി ഹാവ് സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് ദി ഫ്രീക്വൻസി ആസ് വെൽ. നിങ്ങൾ വരയ്ക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ഓൾറെഡി ഹിൻറ്റ് തന്നിരുന്നു. ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ബിഗ് വൺ അല്ലേ. കഴിയാറായിട്ടില്ല, പകുതി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഓക്കെ ആണല്ലോ. കാരണം ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത 1-2 ടേംസ് കൂടെ കയറി വരും. ഫോർ എക്സാമ്പിൾ അടുത്ത് എഴുതാൻ പോകുന്നത് ഓർബിറ്റൽ കറണ്ട്. അത് IN ആണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് എസെൻഷ്യലി യുവർ ഓർബിറ്റൽ കറണ്ട്. ആൻഡ് ഓർബിറ്റൽ കറണ്ട് IN ഇസ് ഈക്വൽ ടു 4 pi square k square z square e raised to 5 divided by n cube h cube. Okay ആണല്ലോ. and IN is proportional to z cube by n cube ആണ്. Okay. and I1 is to I2 is to I3 etc. IN എന്ന് പറയുന്നത് 1 is to 1/8 is to 1/27 is to 1/n cube ആണ്. ഓക്കെ. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഉള്ളത് 1 മിനിമം വാല്യൂ ഉള്ളത് ഇൻഫിനിറ്റിയിലാണ്. എഗെയിൻ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി
ഓർബിറ്റൽ കറണ്ട് ആസ് വെൽ. ഓക്കെ ആണല്ലോ, അതും കഴിഞ്ഞു. അടുത്തത് അടുത്താണ് ആങ്കുലാർ മൊമെൻറ്റം. ആങ്കുലാർ മൊമെൻറ്റം വിച്ച് ഇസ് Jn. ഓക്കെ ആണല്ലോ, ആങ്കുലാർ മൊമെൻറ്റം. ആൻഡ് ആങ്കുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ Jn ഇസ് ഈക്വൽ ടു nh/2π ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ബോർ പറഞ്ഞു തന്നെ അതാണ് nh/2π, ഓർ Jn is proportional to n. And what is the ratio of J1 is to J2 is to J3? പറഞ്ഞടാ, 1:2:3 etc. n. ഓക്കെ ആണല്ലോ, ശരി. മാക്സിമം വാല്യൂ ഇൻഫിനിറ്റിയിലാണ്, മിനിമം വാല്യൂ 1-ലാണ്. ഓക്കെ ആണല്ലോ, ശരി. അത് കഴിഞ്ഞു. അടുത്തതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. Centripetal acceleration. Centripetal acceleration an is equal to 16 an is equal to 16 pi raised to 4 k cube z cube m e raised to 6 whole divided by n raised to 4 h raised to 4. Okay ആണല്ലോ. and an is proportional to z cube by n raised to 4 ആണ്. okay, and a1 is to a2 etc. up to an എന്ന് പറയുന്നത് 1 is to 1/16 is to 1/81 etc. up to n raised to 4. okay ആണല്ലോ, ശരി. here n is equal to 1 and n is up to infinity. okay ആണല്ലോ, ശരി. okay, അടുത്തത് what is the kinetic energy? Kinetic energy un is equal to e kinetic energy minus 2r ch z square divided by n square. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. minus 2r ch z square by n square അഥവാ ek is proportional to z square by n square. okay ആണല്ലോ, ശരി. and ek1 is to ek2 etc. up to ekn എന്ന് പറയുന്നത് 1 is to 1/4 is to 1/9 is to അങ്ങനെ 1/16 etc. 1/n square. മാക്സിമം വാല്യൂ ഉള്ളത് എന്ത് പറ്റി? ഞാൻ എഴുതി മാറിപ്പോയി കേട്ടോ മക്കളെ, എഴുതി മാറിപ്പോയി. ഇതിൻ്റെ മാക്സിമം വാല്യൂ n ഈക്വൽ ടു 1-ലാണ്, മിനിമം വാല്യൂ n ഈക്വൽ ടു ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ ആണല്ലോ, n ഈക്വൽ ടു 1 ആണ്, n ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റിയോ? ആംഗുലാർ വെലോസിറ്റി എവിടെ? ആംഗുലാർ വെലോസിറ്റി c2 ആണോ c3 ആണോ? c2 കേട്ടോ, c2 ആണ്. ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ ഒന്നങ്ങോട്ട് മാറിപ്പോയിട്ടോ മക്കളെ, അതാണ് ഉണ്ടായത്. അത് ഒന്ന് തിരുത്താം കേട്ടോ. കൈനറ്റിക് എനർജി കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി un is equal to minus 2 r ch z square by n square. so u1 is to u2 etc. up to un എന്ന് പറയുന്നത് 1 is to 1/4 is to 1/9 etc. up to 1/n square. n ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്, n ഈക്വൽ ടു 1 ആണ്. കഴിഞ്ഞു. അടുത്തത് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി en is equal to minus r ch z square by n square ആണ്. en is proportional to z square by n square. ഓക്കെ ആണല്ലോ, അഥവാ en is equal to minus 13.6 z square by n square ഇലക്ട്രോൺ വോൾട്ട് ആണ്. en is equal to minus k z e square by 2rn എന്ന് പറയുന്നൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ശരി, ഇതിൻ്റെത് 1 is to 1/4 is to 1/9 is to 1/n square ഉണ്ട്. പക്ഷേ there is a catch. ഇതിലുള്ള വാല്യൂസ് വിൽ ബി നെഗറ്റീവ് സൈൻ ആണ് കേട്ടോ. -1 is to -1/4 is to അങ്ങനെയാണ് വരിക. സോ ഇതിൽ മാത്രം നെഗറ്റീവ് റേഷ്യോ ആണ് ഉള്ളത്. ഹിയർ n is equal to infinity and n is equal to 1.
See makkale, what have we done? What have we done? We have literally drawn a diagram which I cannot even include it in the എന്ത് ഒരൊറ്റതിൽ കിട്ടുന്നില്ല. സി ഇത് മൊത്തം this whole thing is our table. ഓക്കെ ആണല്ലോ. അത് ഞാൻ ഓരോ ഹെഡിങ് ആയിട്ട് ഇപ്പുറത്ത് എഴുതിങ്ങനെ വെച്ചാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് ടേബിളായിട്ട് അങ്ങനെ തരാം, എന്നാൽ പിന്നെ ആ ടേബിളിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. സോ ദിസ് ഇസ് ഇറ്റ്. കണ്ടോ, ലിറ്ററലി സ്പീക്കിംഗ് ഈ ഒരു ടേബിളും ഈ രണ്ടുമാണ് നമ്മുടെ എൻറ്റയർ ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇതാണ് എൻറ്റയർ ആറ്റംസ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോ ഒരു കാര്യം? എല്ലാവർക്കും മനസ്സിലായോ? സോ ദിസ് ഇസ് അബൌട്ട് ദി എൻറ്റയർ ടേബിൾ കേട്ടോ. നിങ്ങളെല്ലാവരും കുറച്ച് പുറകിലായിരിക്കും എന്നറിയാം. എല്ലാവരും ജസ്റ്റ് റിവ്യൂ കൂടെ ഇടാം കേട്ടോ, എങ്ങനെയുണ്ട് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഐ വാസ് ലൈക്ക് സോ ഹാപ്പി ഇൻ ഫൈൻഡിങ് ദിസ്. കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഈ 2 ടേബിൾ മാത്രം മതി എൻറ്റയർ ആറ്റംസ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് കാര്യം. ഓക്കെ ആണല്ലോ, ശരി. അങ്ങനെ അത് കഴിഞ്ഞാൽ നൗ വാട്ട് വി ഹാവ് ലെഫ്റ്റ് ഇസ് ദി എക്സ്റേസ്. ബട്ട് എക്സ്റേസ് നീറ്റിൻ്റെ സിലബസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫേം അല്ല. കാരണം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ ആണല്ലോ, അത് എവിടെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് എക്സ്റേ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ലൈക്ക് 2 ടൈപ്പ് ഓഫ് എക്സ്റേ കൺട്രോൾസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്നാണ് ഇൻറ്റൻസിറ്റി കൺട്രോൾ. ഓക്കെ ആണല്ലോ, ഫസ്റ്റ് വൺ ഇസ് കോൾഡ് എസ് ദി ഇൻറ്റൻസിറ്റി കൺട്രോൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൾഡ് ദ പെനിട്രേറ്റിംഗ് പവർ കൺട്രോൾ. അങ്ങനെ 2 ടൈപ്പ് ഓഫ് പവേഴ്സ് ആണുള്ളത്, ഇൻറ്റൻസിറ്റി കൺട്രോൾ ആൻഡ് പെനിട്രേറ്റിംഗ് കൺട്രോൾ. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ ഉള്ളത് what are the types of x-ray ആണ്. There is 2 kind of x-ray, soft x-ray and hard x-ray. This is a table again. Okay, so what happens is അതിൽ ഇതിൻ്റെ ഹെഡിങ് നമുക്ക് ഇവിടെ എഴുതാം. സോ ഇവിടെയുള്ള ഫസ്റ്റ് ഹെഡിങ് ഇസ് വേവ് ലെങ്ത് കേട്ടോ. വേവ് ലെങ്ത് സോഫ്റ്റ് എക്സ്റേ 10 ആങ്സ്ട്രം ടു 100 ആങ്സ്ട്രം ആണ്. ഹാർഡ് എക്സ്റേ 0.1 ആങ്സ്ട്രം ടു 10 ആങ്സ്ട്രം ആണ്. രണ്ടാമത്തത് എനർജി ഇ ആണ്. ഇത് 12,400 ബൈ ലാംഡ ഇലക്ട്രോൺ വോൾട്ട് ആംപിയർ ആണ്. ഇവിടെയും 12,400 ബൈ ലാംഡ ഇലക്ട്രോൺ വോൾട്ട് ആംപിയർ ആണ്. ഇനി അടുത്തതാണ് പെനിട്രേറ്റിംഗ് പവർ കേട്ടോ. പെനിട്രേറ്റിംഗ് പവർ അതാണ് പി പി. പെനിട്രേറ്റിംഗ് പവർ പി പി. പെനിട്രേറ്റിംഗ് പവർ ഇതിന് കുറവാണ്, ഇതിന് കൂടുതലാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് യൂസ്. സോഫ്റ്റ് എക്സ്റേ ഉപയോഗിക്കുന്നത് നമ്മുടെ റേഡിയോഗ്രാഫി, നമുക്ക് ഡോക്ടേഴ്സൊക്കെ എക്സ്റേ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് റേഡിയോ തെറാപ്പിയാണ്, അതായത് ക്യാൻസർ സെൽസിനെയൊക്കെ കൊല്ലാൻ വേണ്ടി. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി സോഫ്റ്റ് എക്സ്റേ ആൻഡ് ഹാർഡ് എക്സ്റേ. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഗ്രാഫ് പഠിക്കുക കേട്ടോ. ഇത് എക്സാമിന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു തവണ എയിംസിന് ചോദിച്ചത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഗ്രാഫ് എന്നാണ്. ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് എസ്, ഇതൊരു ജർമ്മൻ പേരാണ്, ബ്രംസ്ട്രോങ് കണ്ടിന്യം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ബ്രംസ്ട്രോങ് കണ്ടിന്യം. അപ്പോൾ അതാണ് പഠിക്കേണ്ടത്. ഇതൊന്നും എവിടെയും ചോദിക്കുന്നില്ല. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് പണ്ടത്തെ NCERT ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇട്ട് തരുന്നതാണ്. എനിക്ക് പഠിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. ഓക്കെ ആണല്ലോ, ഇങ്ങനെ ഒരു ഗ്രാഫുണ്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക, വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കുക. അടുത്താണ് മോസ്ലെസ് ലോ. മോസ്ലെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് എ ലൈൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെൻറ്റ്. ഓക്കെ ആണല്ലോ, അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെൻറ്റ് അഥവാ ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു സെറ്റ് മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു സെറ്റ് മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. സെറ്റ് ഈസ് അറ്റോമിക് നമ്പർ, ബി ഈസ് സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ്, കെ സീരീസിന് ബി 1 ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ആൻഡ് ഇതിനെ ഒന്ന് പ്രൊപ്പോർഷണാലിറ്റി ബ്രേക്ക് ചെയ്താൽ ന്യൂ ഇസ് ഈക്വൽ ടു എ സെറ്റ് ബി മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആവും. ആൻഡ് എ ഈസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ശരി. ഓക്കെ, പിന്നെ ഡിഫ്രാക്ഷൻ ഓഫ് എക്സ്റേസ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല, രണ്ടും ചോദിക്കുന്നില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ആറ്റംസ് ചാപ്റ്റർ. ഓക്കെ ആണല്ലോ, ആറ്റംസ് ചാപ്റ്റർ നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളായി തീർത്തിരിക്കുകയാണ്. സോ നൗ വി ആർ മൂവിങ് ഇൻ ടു ദി
MCQ പാർട്ട്. ഓക്കെ ആണല്ലോ. സോ എങ്ങനെയുണ്ടായിരുന്നു ആറ്റംസ് നിങ്ങൾക്ക് വേണ്ട? ഓക്കെ, കാരണം ലാസ്റ്റത്തെ എക്സ്റേ നിങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് മാത്രമാണ് ആവശ്യമുള്ളത് പറഞ്ഞിട്ടുണ്ട്. എക്സ്റേയുടെ മോസ്റ്റ് ലിസ്റ്റിലോ ഒരു ഗ്രാഫ്, ടൈപ്സ് ഓഫ് എക്സ്റേസ്, അത് മാത്രമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കൂടെ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇട്ട് തരേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എവ്രി വൺ ഇസ് ഓക്കെ? കാരണം നമുക്കിത് അത് കഴിഞ്ഞ് വി ആർ മൂവിങ് ഇൻ ടു ദി ന്യൂക്ലിയർ ചാപ്റ്റർ ആസ് വെൽ. ഓക്കെ ആണോ? ഇതൊന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ന്യൂക്ലിയയിലും ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ അതാണ്, കാരണം നമുക്ക് എല്ലാത്തിനും കൂടെ ടൈം വേണ്ടേ. സോ ലെറ്റ്സ് മൂവ് ടു ദി MCQ പാർട്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് question number 1. When an alpha particle of mass m is moving with velocity v bombards on heavy nucleus of charge Z, its distance of closest approach എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് r0 എന്ന് പറയുന്നത് z(e²) 2πε0 mv² ആണ്. ഓക്കെ ആണല്ലോ. ഇത് കണ്ടാൽ അറിയാം r0 is inversely proportional to m. So the answer is C. ഓക്കെ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് ഓഫ് എന്താണ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/m. ഓക്കെ ആണല്ലോ. ശരി. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. An electron is moving round the nucleus of a hydrogen atom in a circular orbit of radius r. Coulomb force between the two is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. Coulomb force between the two ആണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞേ, വാട്ട് ഇസ് ഇറ്റ്? വാട്ട് ഇസ് ദ Coulomb force? F is equal to K(E²) by r². ഓക്കെ ആണല്ലോ. ദ ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ. ശരി. ഓക്കെ, ഇനി റേഷ്യോ ഓഫ് ലോങ്ങസ്റ്റ് വേവ് ലെങ്സ് കറസ്പോണ്ടിങ് ടു ലൈമൻ ആൻഡ് ബാൽമർ സീരീസ് ഓഫ് ഹൈഡ്രോജൻ സ്പെക്ട്രം ഈസ്. ശ്രദ്ധിക്കാം, ലൈമൻ സീരീസ് ഈസ് 1/L is equal to r into 1/1² minus 1/n². ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് വാട്ട് ഡസ് ദ മീൻ? ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കിട്ടുന്ന എപ്പോഴാടാ? 2 എന്ന് ചാടുമ്പോൾ, അതായത് ഏറ്റവും ചെറിയ ചാട്ടം ചാടുമ്പോഴാണ്. അതായത് n is equal to 2. So 1/λL ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് r into 1/1² minus 1/2² which is 3/4r. ഓക്കെ ആണല്ലോ. കിട്ടി. അടുത്തതാണ് ബാൽമർ സീരീസ്. നമുക്കറിയാം 1/λB എന്ന് പറയുന്നത് r into 1/2² minus 1/n² ആണ്. അതായിരുന്നു ബാൽമർ സീരീസ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് 1/λB is equal to r into മാക്സിമം കിട്ടണമെങ്കിൽ 1/2² minus 1/3² ആയിരിക്കണം അല്ലേ? 2 3ലേക്ക് ചാടുമ്പോഴല്ലേ ഇവിടെ കിട്ടുക? അതെ. സോ വാട്ട് യു ഗെറ്റ് ഇസ് ഇത് ലോങ്ങസ്റ്റ് ആണ്. ദിസ് ഇസ് 5r/36. സോ ആൽഫ ലോങ്ങസ്റ്റ് ബൈ alpha b longest is equal to 5r/36 into 4/3r. The answer is 5/27. Answer is C, 5/27. ഓക്കെ ആണല്ലോ. ശരി. ഓക്കെ ആണല്ലോ. അടുത്തത് the ratio of wavelength of last line of Balmer series and the last line of Lyman series is. Okay, so Balmer series 1/λB is equal to r into 1/2² minus last എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിലേക്കാണ് അല്ലേ? സോ ദിസ് ഇസ് r/4. ഓക്കെ ആണല്ലോ. ഇനി ലൈമൻ സീരീസ് 1/λB is equal to λL r into 1/1² minus 1/². So this is r. So the ratio λB/λL is equal to 4/1 which is equal to 4. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത്
if an electron in hydrogen atom jumps from say third orbit to second orbit, it emits a photon of wavelength lambda. When it jumps from fourth orbit to third orbit, the corresponding wavelength of photon will be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, wavelength 1 by lambda is equal to r into 1 by final square minus 1 by ni square. ഓക്കെ ആണല്ലോ. സോ 1 by lambda is equal to r into ഇവിടുന്ന് 2ലേക്കാണ് ചാടുന്നത്, 1 by 2 square minus 1 by 3 square. So this is 5r by 36. This is 5r by 36 or 1 by lambda dash is equal to r into അടുത്തത് തേർഡ് നിന്ന് ഫോർത്തേക്കാണ്. So 1 by 3 square minus 1 by 4 square. So this is 7r by 144. Okay ആണല്ലോ. Or lambda dash is equal to 144 by 7 into 5 lambda by 36 ആണ്. Or this is 20 lambda by 7. 20 lambda by 7. Okay. ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടെയാണ്. ഓക്കെ ആണല്ലോ. ഇതിനോട്ട് ഞാൻ വിചാരിച്ചു ഒരു ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇടാം. കാരണം എല്ലാം സെർച്ച് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു എഫേർട്ടും ഇല്ല. ഓക്കെ ആണല്ലോ. എളുപ്പം ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. ഓക്കെ. സോ ഞാൻ നോക്കുക, ഞാൻ അതിൻ്റെ ആൻസർ ലാസ്റ്റ് പറയും. ഐ മീൻ ചാപ്റ്റർ കഴിയുമ്പോൾ ന്യൂക്ലിയർ കഴിഞ്ഞ് ഞാൻ പറയും, ഇതിലേക്ക് വരും. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ്സ് അബൌട്ട് ദി ന്യൂക്ലിയർ ഫിസിക്സ്. ഓക്കെ ആണല്ലോ, അഥവാ ന്യൂക്ലിയസ്. Okay, we are moving into the nucleus. Around ഒരു 1.5 മണിക്കൂറിനടുത്തായി, അഗെയിൻ ഒരു 1 അവറിനടുത്ത് മതിയായിരിക്കും നമുക്ക് ഈ ഒരു എൻറ്റയർ ന്യൂക്ലിയസോടെ തീർക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ എന്തിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ വരുന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? യൂഷ്വലി ചോദിക്കാറ് നമ്മുടെ സീരീസിന്, ലൈമൻ സീരീസ്, ബാൽമർ സീരീസിന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഒക്കെ ചോദിക്കുന്ന ഏതാണെന്നൊക്കെയാണ് യൂഷ്വലി ചോദിക്കാറ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ന്യൂക്ലിയർ ഫിസിക്സ്. So we are starting with the nucleus. Okay ആണല്ലോ, ന്യൂക്ലിയസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോവാം. സോ ന്യൂക്ലിയസ്, ദിസ് ഇസ് ദി അറിയാലോ, ദിസ് ഇസ് ദി സെൻട്രൽ കോർ ഓഫ് ആറ്റം. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ദി സെൻട്രൽ കോർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ നടുക്കിരിക്കുന്ന ആൾ, അതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഡിസ്കവേർഡ് ബൈ റൂതർഫോർഡ്. റൂതർഫോർഡാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. ശരി. ന്യൂക്ലിയർ സൈസിൻ്റെ ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ന്യൂക്ലിയർ സൈസിൻ്റെ ഓർഡർ ഈസ് 10⁻⁻15 മീറ്ററിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഒരു ന്യൂക്ലിയസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക XAZ എന്നാണ്. ഓക്കെ ആണല്ലോ. where A is the mass number, Z is the atomic number. ഓക്കെ ആണല്ലോ. ശരി. ഇനി മനസ്സിലാക്കാം, ന്യൂക്ലിയസിനെ നമ്മൾ യൂഷ്വലി എഴുതാറ് അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. 1 atomic mass unit. And this is 1.66 into 10⁻⁻27 kilogram. Okay ആണല്ലോ. ഓക്കെ ആണല്ലോ. ശരി. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ? ന്യൂക്ലിയൈ 3 ടൈപ്പാണുള്ളത്. യു ഹാവ് ഐസോടോപ്പ് വേർ ദി സെഡ് ഈസ് കോൺസ്റ്റൻറ്റ്. യു ക്യാൻ ഹാവ് ഐസോബാർ വേർ എ ഈസ് കോൺസ്റ്റൻറ്റ്. ആൻഡ് യു ക്യാൻ ഹാവ് ഐസോട്ടോൺ വേർ എ മൈനസ് സെഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ. ഐസോടോപ്പിൽ അറ്റോമിക് നമ്പർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോബാറിൽ മാസ് നമ്പർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോട്ടോണിൽ A-Z കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സെയിം കാര്യം, Z, A ആൻഡ് A-Z. ഓക്കെ. അടുത്താണ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ. അതിലാദ്യമുള്ളതാണ് സൈസ് ഓഫ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. സൈസ് ഓഫ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/3 ഓഫ് മാസ് നമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. 1/3 ഓഫ് മാസ് നമ്പർ. or R is equal to R0 A raised to 1/3, where R0 is a constant and the value 1.2 Fermi meter. Okay ആണല്ലോ. So that is the radius. ഇനി വോളിയം ഓഫ് ന്യൂക്ലിയൈ. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R raised to 3. പക്ഷേ നമുക്കറിയാം R is proportional to A raised to 1/3. So volume is proportional to A. Volume is proportional to A. Okay ആണല്ലോ. ശരി. അടുത്താണ് മാസ് ഓഫ് ന്യൂക്ലിയൈ.
മാസ് ഓഫ് ന്യൂക്ലിയൈ നമ്മൾ മെഷർ ചെയ്യുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാണ് ഉള്ളത്. ആൻഡ് മാസ് ഓഫ് യൂണിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അറ്റോമിക് മാസ്. ഓക്കെ ആണല്ലോ, മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് മാസ്. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ദിസ് ഈസ് ഈക്വൽ ടു 3 mp ബൈ 4 pi r0 ക്യൂബാണ്. ആൻഡ് ദിസ് ഈസ് സംവെയർ ബിറ്റ്വീൻ 3 × 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കണം, ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എ ഓർ സി. അതായത് ഓരോ എലമെൻറ്റ് മാറുന്നതിനനുസരിച്ച് ഡെൻസിറ്റി മാറുന്നില്ല. ഡെൻസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആൻഡ് അതാണ് 3 × 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ ആണല്ലോ, ശരി. അടുത്തത് ഫോഴ്സസ് ആക്ടിങ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനുള്ളിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, യു ഹാവ് ഇലക്ട്രോസ്റ്റാറ്റിക്, റിപ്പൾസീവ് ഫോഴ്സ് ആൻഡ് യു ഹാവ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ ആണല്ലോ, 3 ഫോഴ്സാണ് ന്യൂക്ലിയസിനകത്തുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സ്. അതിൽ ദിസ് ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ടു എക്സിസ്റ്റ് ഇൻ യൂണിവേഴ്സ്. ഓക്കെ ആണല്ലോ, യൂണിവേഴ്സിലുള്ളതിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് നമ്മൾ കണക്കാക്കുന്നതാണ് എന്ത്, ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഇൻ ദി ന്യൂക്ലിയസ്. ഓക്കെ, ശരി. ഇനി വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് പേര് ചോദിക്കും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ഒരു സെക്കൻഡ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്? ഒന്നാമത്തെ കാര്യം, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ യൂണിവേഴ്സ് ആണ് കേട്ടോ. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ യൂണിവേഴ്സ് ആണ്. രണ്ടാമത്തത്, ദിസ് ഈസ് എ വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അടുത്താണ്, ഇറ്റ് ഈസ് വെരി മച്ച് ഡിപ്പെൻഡൻറ്റ് ഓൺ ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, ഇത് ഡിസ്റ്റൻസിന് വല്ലാണ്ടധികം ഡിപ്പെൻഡൻ്റ് ആണ്. അടുത്താണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ചാർജ്. ഇവർ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്തതാണ്, ഇറ്റ് ഈസ് സ്പിൻ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ ആണല്ലോ, ഇത് സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണ്. സ്പിന്ന് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, മെയിൻ ഇമ്പോർട്ടൻറ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് എ സെൻട്രൽ ഫോഴ്സ്. ഓക്കെ ആണല്ലോ, ഇതൊരു സെൻട്രൽ ഫോഴ്സ് അല്ല കേട്ടോ. ഇതൊക്കെ പ്രോപ്പർട്ടി, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. വെരി ഷോർട്ട് റേഞ്ച് ആണ്, മച്ച് ഡിപ്പെൻഡ് ഓൺ ഡിസ്റ്റൻസ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ് ആണ്, സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് ഇറ്റ് ക്യാൻ ബി, ഇതിൻ്റെ നേച്ചർ, ഇറ്റ് ക്യാൻ ബി അട്രാക്റ്റീവ് ആസ് വെൽ ആസ് റിപ്പൾസീവ്. അതാണ് ഇതിൻ്റെ ഒരു രസം. ഇത് അട്രാക്റ്റീവ് ആയിരിക്കാം, റിപ്പൾസീവും ആയിരിക്കാം. അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മോർ ദാൻ 0.8 ഫെർമിമീറ്റർ ആണ്. 0.8 ഫെർമിമീറ്ററിനേക്കാൾ കൂടുതലാണ് ഡിസ്റ്റൻസ് എങ്കിൽ ഇവർ അട്രാക്റ്റീവ് ആയിരിക്കും. റിപ്പൾസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 0.8 ഫെർമിമീറ്റർ. സോ അടുത്തേക്ക് വരുന്തോറും ഇവർ റിപ്പൾസീവായി മാറും. ഓക്കെ ആണല്ലോ, ശരി. അടുത്താണ് ഐൻസ്റ്റീൻസ് മാസ് എനർജി ഇക്വലൻസ്, ദാറ്റ് ഈസ് E = mc². ഞാൻ ഇന്നലെ പറയാണ്, ഒരു ഒബ്ജക്റ്റിനെ ലൈറ്റിൻ്റെ സ്പീഡിലേക്ക് നീ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഒബ്ജക്ട്സ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ദി എനർജി. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ഐൻസ്റ്റീൻസ് മാസ് എനർജി ഇക്വലൻസ്. അടുത്തതാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്, നീ ഒരു ആറ്റത്തിൻ്റെ എല്ലാ ന്യൂക്ലിയോൺസ് എണ്ണിപ്പെറുക്കി എടുത്ത് അതിൻ്റെ ടോട്ടൽ മാസ് നോക്കുകയാണെങ്കിൽ മറ്റേ മാസിനെ, അതായത് നീ വെറുതെ എടുത്ത് കൂട്ടുന്നതിനേക്കാൾ മാസ് കൂടുതലുണ്ടാവും. അതാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ M is equal to Z MP plus A minus Z Mn മൈനസ് M ആണ്. ഓർ വേറൊരു ഇക്വേഷൻ കൂടെയുണ്ട്, Z MP പ്ലസ് ME പ്ലസ് A മൈനസ് Z Mn മൈനസ് മാസ് ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ മാസ് എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനാണ്, ന്യൂക്ലിയസിൻ്റെ മാസം മാത്രം എടുക്കുകയാണെങ്കിൽ EM ആണ്. ഓക്കെ ആണല്ലോ, ശരി.
അടുത്തതാണ് ബൈൻഡിങ് എനർജി. എന്താണ് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി ഡെൽറ്റ ഇ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ എം സി സ്ക്വയർ ആണ്. അതായത് നമുക്ക് ഒരു ന്യൂക്ലിയസിനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ പ്രോട്ടോണും ന്യൂട്രോണൊക്കെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി നീ കൊടുക്കേണ്ട എനർജീനെയാണ് എന്ത് വിളിക്കുന്നത്? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണ് ഒരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ ആണല്ലോ, അത് കണ്ടാൽ മനസ്സിലാവും. ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ് ഈസ് അയേൺ. ഓക്കെ ആണ്, ഏറ്റവും സ്റ്റേബിൾ എലമെൻറ്റ് എന്ന് പറയുന്നത് അയേൺ ആണ്. ഓക്കെ ആണല്ലോ, സോ അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് അയോൺ ആണ്. പിന്നെ മനസ്സിലാക്കുക, മീഡിയം സൈസ് ന്യൂക്ലിയസ് ന്യൂക്ലിയൈ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഹെവി ഓർ ലൈറ്റ്. ഓക്കെ ആണല്ലോ, ഹെവി ഓർ ലൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീഡിയം സൈസ് ന്യൂക്ലിയസ് ആണ് കൂടുതൽ സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ശരി, അടുത്തൊരു പോയിൻ്റാണ് ഇറ്റ്സ് അബൌട്ട് ദി ന്യൂക്ലിയർ ഫിഷൻ. സോ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതൊരു ഇലക്ട്രോൺ ന്യൂട്രോണായിട്ട് കൂടിച്ചേർന്നിട്ട് ഇറ്റ് വിൽ ഡിസൻറ്റഗ്രേറ്റ് ഇൻ ടു വേരിയസ് അതർ ന്യൂക്ലിയസ് പ്ലസ് സം എനർജി. ഓക്കെ ആണല്ലോ, ഇതിനാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ന്യൂക്ലിയർ ഫിഷൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽ ഈസ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. അതായത് ഈ ഒരു ന്യൂക്ലിയർ ഫിഷനെ എക്സ്പ്ലെയിൻ ചെയ്തത് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വഴിയാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ NCERT പറയുന്നത് യുറേനിയം 23592 പ്ലസ് ഒരു ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ബേരിയം 14456 പ്ലസ് ക്രിപ്റ്റൺ 8936 പ്ലസ് 3 ന്യൂട്രോൺസ് പ്ലസ് എനർജിയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ ഒരു ചേംബറിൽ വീണ്ടും ഒരുപാട് യുറേനിയം ഉണ്ടാവും. നമുക്കറിയാം യുറേനിയത്തിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ന്യൂട്രോണാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന 3 ന്യൂട്രോണിൽ അടുത്തൊരു ന്യൂട്രോൺ എന്ത് ചെയ്യും, അടുത്ത യുറേനിയത്തിന് ഇടിക്കും. അങ്ങനെ എന്തുണ്ടാവും, അതൊരു ചെയിൻ റിയാക്ഷനായിട്ട് മാറും. മനസ്സിലാവുക, ദിസ് ഇസ് കൺട്രോൾഡ് ചെയ്യുകയാണെങ്കിൽ, കൺട്രോളായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഇലക്ട്രിസിറ്റി. അത് അല്ലെങ്കിൽ നമ്മുടെ അറ്റോമിക് റിയാക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ അതുപോലെയാവും. അല്ല അൺകൺട്രോൾഡ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് വാട്ട്, ഇറ്റ് ബിക്കംസ് യുവർ ആറ്റം ബോംബ്. ഓക്കെ ആണല്ലോ, അങ്ങനെയാണ് ഇത് ആറ്റം ബോംബായി മാറുന്നത്. ഓക്കെ, പിന്നെ നേച്ചുറൽ യുറേനിയത്തിൻ്റെ പ്രത്യേകത അത് U235 U238 ആയിട്ടാണ് കാണാം. ഇത് 0.7%, ഇത് 99.3% ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ ലോസ് ഓഫ് സെക്കൻഡറി ന്യൂട്രോൺസ് നിങ്ങൾക്ക് ആവശ്യമില്ല, ക്രിട്ടിക്കൽ സൈസ് നിങ്ങൾക്ക് ആവശ്യമില്ല. റീപ്രൊഡക്ഷൻ ഫാക്ടർ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള ഓൺലി തിങ് ഇസ് ആക്ച്വലി റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ ആണല്ലോ, അതിലേക്കാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇട്ടുണ്ട് ഇല്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നീറ്റ് സിലബസ് കേട്ടോ. റീപ്രൊഡക്ഷൻ ഫാക്ടർ K is equal to rate of production of neutrons whole divided by rate of loss of neutrons ആണ്. ഓക്കെ ആണല്ലോ, ശരി. സോ ഇത് 3 എണ്ണം ഉണ്ട്. K equal to 1, K more than 1, K less than 1. ഓക്കെ ആണല്ലോ. K more than 1 എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിൽ ബി സ്റ്റഡി ഓർ സസ്റ്റെയിൻഡ്. ഓക്കെ ആണല്ലോ, ഒരു സ്റ്റഡി റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സസ്റ്റെയിൻഡ് റിയാക്ഷനാണ് K equal to 1 കിട്ടുക. K more than 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ കേട്ടോ, ആൻഡ് ദിസ് ഇസ് സബ് ക്രിട്ടിക്കൽ. ഓക്കെ ആണല്ലോ, ഇത് എക്സ്പ്ലോഷൻ ഉണ്ടാവും, ഇത് സ്റ്റോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ നിന്ന് പോവും. അതാണ് ക്രിട്ടിക്കൽ ഇത്. ഓക്കെ ആണല്ലോ, ശരി. അടുത്താണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പ്ലൂട്ടോണിയം 239 അല്ലെങ്കിൽ യുറേനിയം 235 ആണ്. ഓക്കെ ആണല്ലോ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുറേനിയാണ്. കാരണം പ്ലൂട്ടോണിയം ഒരു നാച്ചുറലി ഒക്കറിങ് അല്ല, നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു എലമെൻ്റാണ്. ഇനി കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് ഉണ്ടാവുന്ന ന്യൂട്രോൺസ് സ്ലോ ചെയ്ത് അതിനെ കൺട്രോൾ ആക്കി വെക്കാനാണ്. സോ ദാറ്റ് ഇറ്റ് വോണ്ട് ലീഡ് ഇൻ ടു എ ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ. ഓക്കെ ആണല്ലോ,
നമ്മൾ യൂസ് ചെയ്യുന്നത് ബോറോണും കാഡ്മിയവും ആണ് കേട്ടോ. ബോറോൺ ആൻഡ് കാഡ്മിയം. അടുത്ത കൂളൻ്റ് ആണ്. കൂളൻ്റ് എന്ന് പറയുന്നത് ഉണ്ടാവുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നമ്മളത് ഫർദറായിട്ട് കൊടുക്കാനാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് വാട്ടർ അറ്റ് ഹൈ പ്രഷറാണ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഇറ്റ് ഹാവ് സംതിങ് കോൾഡ് ആസ് എൻ നമ്മുടെ മോഡറേറ്റർ. അത് ഞാൻ എഴുതാൻ വിട്ടുപോയി. മോഡറേറ്റർ എന്ന് പറഞ്ഞ സാധനം കൂടെയുണ്ട്. ആൻഡ് മോഡറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് D2 ആണ് കേട്ടോ. ഹെവി വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഫാസ്റ്റ് ബ്രീഡ് റിയാക്ഷൻ ഒന്നുമില്ല. പ്ലൂട്ടോണിയം യൂസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഫാസ്റ്റ് ബ്രീഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, രണ്ടെണ്ണം കൂടി ചേർന്ന് വേറെ രണ്ടെണ്ണം കൂടി ചേർന്ന് വേറെ C ആവും, പ്ലസ് എനർജി റിലീസ് ചെയ്യും. ഓക്കെ ആണല്ലോ, ശരി. ഇനി വാട്ട് ആർ ദ റിക്വയർഡ് കണ്ടീഷൻ ഫോർ ന്യൂക്ലിയർ ഫ്യൂഷൻ? രണ്ട് കാര്യം വേണം. ഹൈ ടെമ്പറേച്ചർ വേണം, അതുപോലെ തന്നെ ഹൈ പ്രഷർ വേണം. ദിസ് ഈസ് ടു മെയിൻ തിങ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ന്യൂക്ലിയർ ഫ്യൂഷൻ. സാർ ഇതൊക്കെ അടിച്ചു പോകണോ, അടിച്ചു വിടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സ്പീഡിലെടുക്കുന്നത് അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായോ? ബാക്കി കാര്യങ്ങൾ ഇപ്പം നമുക്ക് ആറ്റംസിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നു, അത് വൃത്തിക്ക് പറഞ്ഞു. ഇത് ജസ്റ്റ് നിങ്ങൾ എഴുതുക. ഇത് ചോദിക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ, ബട്ട് പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള റേഡിയോ ആക്ടിവിറ്റിയാണ്, അത് സാറ് ഒന്ന് വൃത്തിക്ക് പറഞ്ഞു തരാം. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ പെയർ പ്രൊഡക്ഷൻ, പെയർ അനിലേഷൻ ഇപ്പോൾ തിയറിയിലില്ല. ഇറ്റ്സ് റിമൂവ്ഡ് ഫ്രം ദി ചാപ്റ്റർ. Now we are moving into the important ഭാഗം of the chapter, which is radioactivity. Okay, ഇനി നമുക്ക് റേഡിയോ ആക്ടിവിറ്റി കൂടെ പഠിക്കാനുണ്ട്. ആൻഡ് വൺസ് യു കംപ്ലീറ്റ് ദ റേഡിയോ ആക്ടിവിറ്റി ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ ഫോർ ദി ഡേ. ഓക്കെ ആണല്ലോ. തിയറി പ്രോബ്ലം ആണോ മോസ്റ്റ് പ്രോബബ്ലി ഫിസിക്സിൽ ഉണ്ടാവുന്നത്? അല്ല, ഡെഫിനറ്റ്ലി ന്യൂമറിക്കൽസ് ആണ്. ഒരു 45 ക്വസ്റ്റ്യനിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസും ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് തിയറി ഉണ്ടാവും. ഓക്കെ, സോ റേഡിയോ ആക്ടിവിറ്റീനെ കുറിച്ച് നമുക്കിനി പഠിക്കാം. ഓക്കെ, എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ അത് വെക്കുകയാണെങ്കിൽ അത് അൺസ്റ്റെബിലിറ്റി കാരണം അതിൽ നിന്ന് ഇലക്ട്രോൺസ് ലോവർ എനർജിയിൽ നിന്ന് അപ്പർ എനർജിയിലേക്കും അപ്പർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്കും ചാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് അതിൽ നിന്ന് പല തരത്തിലുള്ള റേഡിയേഷൻ പുറത്തേക്ക് വരും. അതിനാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? സോ ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുപാട് റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ആൻഡ് അതിനാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഇത് കണ്ടുപിടിച്ചത് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ബെക്കുറൽ. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ ഇത് കഴിഞ്ഞ് മേരി ക്യൂരി ആൻഡ് പേരെ ക്യൂറി പറഞ്ഞ ഈ രണ്ടാൾക്കാരാണ് ഇത് കണ്ടുപിടിച്ചത്. നമ്മളെപ്പോഴും മേരി ക്യൂരിനെ പറയുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ചങ്ങായി കൂടെ ഉണ്ടായിരുന്നു. രണ്ടും ലേഡി സയൻറ്റിസ്റ്റാണ്. ഇവർ രണ്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നേച്ചറിലേക്ക് വരാം. റൂദർഫോർഡ് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ഈ ചങ്ങായി എല്ലായിടത്തും നടത്തിയിരിക്കുന്നു കേട്ടോ. ഒരു ലെഡ് ബോക്സിനുള്ളിൽ റേഡിയം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വെച്ചു. എന്നിട്ട് ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും അടുത്ത സൈഡിൽ നെഗറ്റീവ് ചാർജും കൊടുക്കുകയാണ് ഇദ്ദേഹം. അങ്ങനെ രണ്ട് സൈഡിലും കൊടുത്ത സമയത്ത് വാട്ട് ഹാപ്പൻസ്, ചില റേസ് പോസിറ്റീവ് റേസിൻ്റെ അങ്ങോട്ട് പോയി, വിച്ച് ഈസ് എസെൻഷ്യലി നെഗറ്റീവ്ലി ചാർജ്. ചില ആൾക്കാർ നെഗറ്റീവിലേക്ക് പോയി, വിച്ച് ഈസ് പോസിറ്റീവ്ലി ചാർജ്. ചില ആൾക്കാർ എങ്ങോട്ടും പോകാണ്ട് നേരെ പോയി. ദോസ് ആർ കോൾഡ് ആസ് ഗാമ റേസ്. സോ എന്താണ് ആൽഫ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൽഫ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ആൻഡ് ദേ ആർ പാർട്ടിക്കിൾ നേച്ചർ. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇവർക്കും പാർട്ടിക്കിൾ നേച്ചറാണ് ഉള്ളത്. എന്നാൽ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ ആണോ? സോ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ എസെൻഷ്യലി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ? ശ്രദ്ധിക്കാം. സോ ഒന്നാമത്തെ കാര്യം ആൽഫ, ബീറ്റ, ഗാമ.
ആദ്യത്തേത് ഐഡൻറ്റിറ്റി. ഇവരെന്താണ്? ഇവൻ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഇവൻ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ ആണ്, അതാണ് ബീറ്റ. ഗാമ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അഥവാ ഫോട്ടോൺസ് ആണ്. ഓക്കെ ആണല്ലോ, അതാണ് ഇവർ ഐഡൻറ്റിറ്റി. ചാർജിനെ കുറിച്ച് അറിയണം. ഇതിന് 2 ഇലക്ട്രോണിൻ്റെ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക, 1 ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഉണ്ടാവുക. ഈ ചെങ്ങായി ന്യൂട്രലാണ്. ഓക്കെ ആണോ, ദിസ് ഗൈസ് ന്യൂട്രൽ. ഇനി ഇവൻ്റെ മാസ് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് 4 times മാസ് ഓഫ് പ്രോട്ടോൺ. ഇവന് മാസ് ഓഫ് ഇലക്ട്രോൺ തന്നെയാണുള്ളത്. ഇവന് 0 ആണ്. ദർ ഈസ് നോ റെസ്റ്റ് മാസ്. ഓക്കെ ആണല്ലോ, ശരി. സ്പീഡ്, ഇവൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 10⁻⁷ m/s ആണ്. ഇവനും 10⁻⁷ m/s ആണ്. ഇവൻ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയിട്ടാണ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി അയോണൈസേഷൻ പവർ. അയോണൈസേഷൻ പവർ ഇവന് 10,000 times ഉണ്ട് ഓഫ് ഗാമ റേ. ഇവന് 100 times ഉണ്ട് ഓഫ് ഗാമ റേ. ഇവൻ ജസ്റ്റ് 1. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ഇതെഴുതാം. അതുപോലെ ലാസ്റ്റത്തെ കാര്യം പെനിട്രേഷൻ പവറാണ് കേട്ടോ. പെനിട്രേഷൻ പവർ, പെനിട്രേഷൻ പവർ ഇവന് 1/10,000 ടൈം ഓഫ് ഗാമ. അതായത് പെനിട്രേഷൻ പവർ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഗാമയ്ക്കാണ്. ഓക്കെ ആണല്ലോ, ഇത് 1/100 times. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് അബൌട്ട് ദി ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ. എങ്ങനെയാണ് ഈ റേഡിയോ ആക്റ്റീവ് ഡീകെ സംഭവിക്കുന്നത്? ആദ്യതാണ് ആൽഫ ഡീകെ എന്ന് പറയുന്നത്. എന്താണ് ആൽഫ ഡീകെ? ആൽഫ ഡീകെ എന്ന് പറഞ്ഞാൽ XAZ എന്ന് പറഞ്ഞ ഒരു പാരൻറ്റ് ആറ്റം ഒരു ഹീലിയം ന്യൂക്ലിയസിനെ പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അപ്പോൾ Z-2 + 4He2. ഓക്കെ ആണല്ലോ, 4He2. അതാണ് എന്ത് പറയുന്നത്? ഒരു ആൽഫ ഡീകെ എന്ന് പറയുന്നത്. സോ ആൽഫ ഡീകെ ഇസ് എസെൻഷ്യലി വാട്ട് ഹാപ്പൻസ്? 4He2 ഇങ്ങനെയാണ് വരിക. ഓക്കെ ആണല്ലോ, ശരി. ഇനിയാണ് ബീറ്റ ഡീകെ. ബീറ്റ ഡീകെ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രോൺ ഇറ്റ് കൺവേർട്ട്സ് ഇൻ ടു പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആൻറ്റി ന്യൂട്രീനോ. ഓക്കെ ആണല്ലോ, ആൻറ്റി ന്യൂട്രീനോ. ദിസ് ഇസ് ആൻറ്റി ന്യൂട്രീനോ കേട്ടോ. ഓക്കെ ആണല്ലോ, ഓക്കെ. സോ ദിസ് ഇസ് കോൾഡ് ആസ് ബീറ്റ ഡീകെ. ഇനി അടുത്താണ് ഗാമ ഡീകെ. ഗാമ ഡീകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു എക്സൈറ്റഡ് ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു എക്സൈറ്റഡ് ഇലക്ട്രോൺ. ഈ എക്സൈറ്റഡ് ഇലക്ട്രോൺ XAZ + ഗാമ ഫോട്ടോൺസോടെ റിലീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് കോൾഡ് ആസ് ഗാമ ഡീകെ. ഒരു എക്സൈറ്റഡ് ഇലക്ട്രോൺ ഗാമ റേസ് പുറത്തേക്ക് വിടുന്ന പരിപാടി. ഓക്കെ ആണല്ലോ, ശരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ കോർ ഓഫ് ദ ചാപ്റ്റർ, ദ ഓൺലി തിങ് യു വിൽ എവർ റിക്വയർ ഇൻ ദിസ് ചാപ്റ്റർ വിച്ച് ഇസ് ദ ന്യൂക്ലിയർ റിയാക്ഷൻസ്. സോ എന്താണ് റൂദർഫോർഡ് ആൻഡ് സ്റ്റാൻലി ലോ പറഞ്ഞത്? അതായത് ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസൈൻഗ്രേഷൻ. നമ്മൾ ഒരു ഒബ്ജക്റ്റ്, ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വെക്കുകയാണ്, നമുക്കറിയാം അത് ആസ് ടൈം പ്രോഗ്രസസ് ഇറ്റ് വിൽ ബി ഡിസിൻറ്റഗ്രേറ്റിംഗ്. ഓക്കെ ആണല്ലോ. ഈ ലൈവ് ക്രോമ കോമ്പി ഒന്ന് ഞാൻ മാറ്റാൻ പറയട്ടെ, ഒരു സെക്കൻഡ്. ഒറ്റ സെക്കൻഡ് കേട്ടോ മക്കളെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. ഹലോ, ഒന്ന് സ്റ്റുഡിയോയിലേക്ക് വരുമോ? ഓക്കെ, അപ്പോൾ നമുക്ക് റൂദർഫോർഡ് ആൻഡ് സോഡീസ് ലോനെ കുറിച്ച് പറയാം. റൂദർഫോർഡ് ആൻഡ് സോഡി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡീകെ ഓഫ് ന്യൂക്ലിയസ് dN/dt. dN/dt എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ആ N ഈസ് പ്രൊപ്പോർഷണൽ ടു -dN/dt. ഓക്കെ ആണല്ലോ, -dN/dt. ആ ലൈവ് ക്രോമയുടെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ടൈം ലൈന്. ഇപ്പോഴും ഉണ്ടല്ലോ അത്. ഓക്കെ, ഇപ്പോൾ പോയി. ഓക്കെ, സോ അതാണ് റൂദർഫോർഡ് ആൻഡ് സോഡീസ് ലോ എന്ന് പറയുന്നത്. -dN/dt ഈസ് പ്രൊപ്പോർഷണൽ ടു N. ഓക്കെ ആണല്ലോ, ശരി.
സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഈ ഒരു എന്താ പറയുക കോൺസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ലാംഡ എൻ വെർ ലാംഡ ഈസ് കോൾഡ് എസ് ദ ഡി കെ കോൺസ്റ്റൻറ്റ്. ഡി കെ കോൺസ്റ്റൻറ്റ് ഓക്കെ ആണല്ലോ. അങ്ങനെ വാട്ട് ഹാപ്പൻസ് ഇസ് യു ഗെറ്റ് എൻ ഇസ് ഈക്വൽ ടു ഇതിനെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി വെർ എൻ ഇസ് ദി നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ അറ്റ് എ ടൈം ടി ഓക്കെ ആണല്ലോ. എൻ ഇസ് ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഓക്കെ ആണല്ലോ. ശരി, സോ വാട്ട് ഈസ് ദി ഹാഫ് ലൈഫ് ഓക്കെ ആണല്ലോ. പി ബ്ലോക്ക് എടുക്കും, ഞാൻ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ, അവിടെ മാക്സിമം ശ്രദ്ധിക്കാം. ഐ ട്രൈ ടു ടേക്ക് പി ബ്ലോക്ക്. ഹാഫ് ലൈഫ് എന്താ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞത് ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പകുതി ആവാൻ വേണ്ടി എടുക്കുന്ന സമയം. അതായത് എൻ സീറോ ബൈ 2 ആവാൻ എടുക്കുന്ന സമയത്തിനാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, ഹാഫ് ലൈഫ് ടി എച്ച് ഇസ് ഈക്വൽ ടു 0.693 by lambda or it is almost equal to 0.7 by lambda ഓക്കെ ആണല്ലോ. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞത് 0.7 by lambda ആണ്. ഓക്കെ, ഇനി മീൻ ലൈഫ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ന്യൂക്ലിയൈ പല ആൾക്കാർ പല സമയത്ത് ഡീജനറേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ആവറേജ് ലൈഫ്, ഒരു ആവറേജ് ആയിട്ട് നമ്മൾ പറയില്ല, ആവറേജ് മനുഷ്യൻ്റെ ആയുസ് 65 വയസ്സെന്ന് പറഞ്ഞ പോലെ ആവറേജ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയൻ്റെ ലൈഫ് എത്രയാണ്, അതാണ് മീൻ ലൈഫ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുന്നത് 1 by lambda ആണ്. ഓക്കെ ആണല്ലോ. ശരി, സോ മനസ്സിലാക്കാം, ആവറേജ് ടൈമിൽ 37% ഓഫ് എൻ സീറോ വിൽ ബി ഡിസിൻറ്റഗ്രേറ്റഡ് ഓക്കെ ആണല്ലോ. എൻ സീറോ വിൽ ബി ആക്റ്റീവ് ഓക്കെ ആണല്ലോ. ഇത്രയും ന്യൂക്ലിയസ് ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. ആക്റ്റീവ് ന്യൂക്ലിയൈ വിൽ ബി 37% ഓക്കെ ആണല്ലോ. ശരി, ആൻഡ് ടി ഐ ഇസ് ഈക്വൽ ടു 1.44 TH ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതിൽ മനസ്സിലാക്കാം, ഹാഫ് ലൈഫ് എന്ന് പറയുന്ന സമയത്ത് 50% എൻ സീറോ ഡീക്കേഡ് ആയിരിക്കും, 50% ആക്റ്റീവ് ആയിരിക്കും. എന്നാൽ മീനിൽ 63% എൻ സീറോ ഡീക്കേഡ് ആയിരിക്കും, അതുപോലെ 37% ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ആണല്ലോ. ശരി, ഇനി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി, ദിസ് ഈസ് ഈക്വൽ ടു എൻ ലാംഡ ഓർ ആർ ഇസ് ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഓക്കെ ആണല്ലോ. അതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ശരി, സോ ഇതാണ് കാര്യം. സോ ദിസ് ഈസ് ഓൾ യു ഹാവ് ടു നോ അബൌട്ട് ദി റേഡിയോ ആക്ടിവിറ്റി. ഒരു സബ്സ്റ്റൻസ് എ ബി സി ഡി ആയിട്ട് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ വിൽ ബി ഡി സി ബി എ ഇങ്ങനെയായിരിക്കും. എന്നാൽ ഇതിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി ഡി ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഓക്കെ ആണല്ലോ. ദിസ് വിൽ ബി ദി ഓർഡർ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ചാപ്റ്റർ ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ഒരു 5-8 ക്വസ്റ്റ്യൻ ചെയ്യാം ആൻഡ് വി ക്യാൻ സ്ലോലി സ്റ്റോപ്പ്. ഈ ക്ലാസ് മാത്രം പഠിച്ചാൽ മതിയോ ഈ ചാപ്റ്ററിന്? മതിയടാ, കാരണം ഞാൻ എസ്പെഷ്യലി ആറ്റംസ് ന്യൂക്ലിയൈ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൂടുതൽ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. വി ഹാവ് ലിറ്ററലി പ്രൊവൈഡഡ് യു എവറിത്തിങ് യു വിൽ എവർ റിക്വയർ. സോ ഇത് തന്നെ ധാരാളമാണ് ആൻഡ് ദാറ്റ് ഇസ് ഇനഫ്. ഓക്കെ, വിച്ച് ആർ ദ ഫോളോയിങ് പെയർസ് ആർ ഐസോട്ടോൺസ്? ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആണ്. അതായത് ഇത് മൈനസ് ഇത് ഷുഡ് ബി ഈക്വൽ ടു ഇത് മൈനസ് ഇത്. ഓക്കെ ആണല്ലോ. സോ 34 മൈനസ് 74 40 ആണ്, ഇതും 40 ആണ്. സോ ദിസ് ഇസ് ദി ആൻസർ. ബാക്കി എടുക്കാം, 38 മൈനസ് 84 എടുക്കാം, 38 മൈനസ് 86 എടുക്കാം. ഇതിൻ്റെ ഒന്നും ഡിഫറൻസ് സെയിം ആയിരിക്കില്ല. ഓക്കെ ആണല്ലോ. ഇത് കുറയ്ക്കുക, എന്നിട്ട് കിട്ടുന്നത് ഏതാണോ സെയിം അതായിരിക്കും എന്തുണ്ടാവുക, ദാറ്റ് വിൽ ബി യുവർ നമ്മുടെ ഐസോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, if the nuclear radius of 27 aluminum is 3.6 Fermi, approximate nuclear radius of copper is. നമുക്കറിയാം റേഡിയസ് ഓഫ് അലുമിനിയം ബൈ റേഡിയസ് ഓഫ് കോപ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു ആർ സീറോ എ റേസ് ടു 1/3. ഇതിന് രണ്ടത്തിന് റേഷ്യോ എടുക്കുമ്പോൾ ആർ സീറോ പോകും. സോ അലുമിനിയത്തിന് 27 റേസ് ടു 1/3 ആണ്, കോപ്പറിൻ്റെ 64 റേസ് ടു 1/3 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 3/4.
or radius of copper is equal to 4/3 times radius of aluminium. 4/3 times 3.6, 1.2, which is 4.8 Fermi. Answer is C, 4.8 Fermi ആണ്. ഓക്കെ ആണല്ലോ? ശരി. അടുത്തത്, the energy required to break one bond of DNA is 10⁻⁻20 joule. The value in electron volt is. എനർജി 10⁻⁻20 തന്നിട്ടുണ്ട്. എങ്ങനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കുക? ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ വേണ്ടി 10⁻⁻20നെ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ആണ്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻഡ് ദി ആൻസർ വിൽ ബി 0.06 ഇലക്ട്രോൺ വോൾട്ട്. സി ആണ് കേട്ടോ ആൻസർ. ആൻസർ ഇസ് 0.06 ഇലക്ട്രോൺ വോൾട്ട്. അടുത്തത്, the mass of proton is 1.0073 U and that of neutron is 1.0087 U. The binding energy is. Binding energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ് ഡിഫക്റ്റ് ആണ് ചോദിച്ചത്. സോ ഹീലിയമാണ് ചോദിച്ചത്. അപ്പോൾ 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്, മൈനസ് മാസ് ഓഫ് ഹീലിയം. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ഈക്വൽ ടു 2 × 1.0073 plus 2 × 1.0087 minus 4.0015 mass of helium തന്നിട്ടുണ്ട്. So once you solve it, you get it as 0.0305. ഓക്കെ ആണല്ലോ? ആൻഡ് വാട്ട് ഈസ് ബൈൻഡിങ് എനർജി? ഇത് ഞാൻ തരാൻ വിട്ടുപോയൊരു ഇക്വേഷൻ ആണ്. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു 931 ടൈംസ് മാസ് ഡിഫക്റ്റ്. Binding energy is equal to 931 times mass defect. So this is 931 times 0.0305. So this is 28.4 electron volt. Okay ആണല്ലോ? കഴിഞ്ഞു. ഇനി which of the following is true for nuclear force? C ആണ് ഉത്തരം കേട്ടോ. These are short range forces. Okay ആണല്ലോ? ഈ ന്യൂക്ലിയർ ഫോഴ്സസ് എല്ലാം ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ്. ഓക്കെ. അടുത്തത്, the rate of radioactive disintegration at an instant for radioactive sample of half-life 2.2 × 10⁻9 seconds is 10⁻10 second. The number of radioactive atoms is. What happens is, നമുക്കിവിടെ തന്നിട്ടുണ്ട് dN/dt തന്നിട്ടുണ്ട് 10⁻10 ആണ്. അതുപോലെ ഹാഫ് ലൈഫ് ഇസ് 2.2 × 10⁻9. ഓക്കെ ആണല്ലോ? അത് രണ്ടും തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം, ലാംഡ ഈസ് ഈക്വൽ ടു 0.693/T12. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ 0.693/2.2 × 10⁻9 ദാറ്റ് ഗിവ്സ് യു 3.15 × 10⁻10 per second. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ദി ലാംഡ. ആൻഡ് നമുക്കൊരു കാര്യം കൂടെ അറിയാം, n is equal to n0 e⁻λt or dN/dt is equal to minus lambda n0 e⁻λt അഥവാ അത് ലാംഡ n ആണ്. or 10⁻10 is equal to 3.15 × 10⁻10 അതാണ് ലാംഡ ഇൻറ്റു n. or n is equal to 3.17 × 10⁻19. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ദി വാല്യൂ ഓഫ് n. ആൻസർ ഇസ് ഡി, 3.17 × 10⁻19. അടുത്തത്, for a radioactive material, half-life is 10 minutes. If initially there are 600 number of nuclei, the time taken for the disintegration of 450 nuclei is. ശ്രദ്ധിക്കാം, 450 എണ്ണം കഴിഞ്ഞു. സോ 600 മൈനസ് 450, ഇപ്പോൾ ബാക്കി 150 ന്യൂക്ലിയസ് ആണുള്ളത്. ശരിയാണോ? 600-ൽ 450 ന്യൂക്ലിയസ് കഴിഞ്ഞാൽ ബാക്കി 150 ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ. This is another equation which I forgot to give you. n/n0 is equal to 1/2 times t12. അതായത് ഓരോ t12 കഴിയുമ്പോഴും എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ ഇക്വേഷൻ n/n0 equal to 1/2 times t12. സോ ഇതിൽ 150 ബാക്കിയുണ്ട്, തുടങ്ങിയത് 600 ആയിരുന്നു. എത്ര t12 കഴിയും? ഓക്കെ ആണോ? സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് വെട്ടിപ്പോയി,
and this is 1 by 4 അല്ലേ 1 by 4 is equal to 1 by 2 whole raised to t half, or 1 by 2 the whole square is 1 by 2 whole raised to t half, or t half is equal to 2. t half is equal to 2. പക്ഷേ എത്ര 2 t half 2 t half അല്ലേ, അതായത് 2 t half കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ 2 into t half എന്ന് പറയുമ്പോൾ ഒരു t half എത്രയാടാ, ഒരു t half 10 മിനിറ്റ് ആണ്. അപ്പോൾ 2 t half എന്ന് കഴിയുമ്പോൾ 20 മിനിറ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരും അങ്ങനെ ഒരു വീഡിയോ ചെയ്യും. ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ അതാ വിചാരിക്കുന്നത്. എനിക്കിനി അതുപോലെ നിങ്ങൾക്ക് കുറച്ച് സജഷൻസ് തരാൻ പറ്റുമോ? കാരണം ഇനിയിപ്പോൾ എന്നോട് അല്ലെങ്കിൽ എനിക്കിനിയിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ജനറലായിട്ട് നമ്മുടെ ലൈവ് ഒന്നും കാണാണ്ട് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഹൗ ടു അപ്രോച്ച് ഫിസിക്സ് ഇൻ ദ ലാസ്റ്റ് 1 month അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ അവസാനത്തെ ഒരു മാസം ഫിസിക്സ് നമുക്ക് ചെയ്യാൻ പറ്റുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെയിറ്റേജ് ആണ്. ഓരോ ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, സോ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചാൽ എത്രയൊക്കെ സ്കോർ കിട്ടും. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ 2 എണ്ണം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ അറിയാൻ താല്പര്യമുണ്ട്, ഒരു ജനറൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. സോ ഐ വിൽ മേക്ക് എ വീഡിയോ റിഗാർഡിംഗ് ദാറ്റ് വൺ ഓൾസോ. The half-life of radioactive substance is 30 minutes. The time taken between 40% decay and 85% decay of the same radioactive substances. So, N0 എന്ന് പറയുന്നത് ന്യൂക്ലിയൈ അറ്റ് ടൈം 0 ആണ്. ഓക്കെ ആണല്ലോ. N1 എന്ന് പറയുന്നത് 40% ഡീക്കേ കഴിഞ്ഞിട്ടുള്ള ബാക്കി ന്യൂക്ലിയസ് ആണെങ്കിൽ 1 minus 0.4 0.6 N0 ഉണ്ടാവും. N2 എന്ന് പറയുന്നത് 85% ഡീക്കേ കഴിഞ്ഞിട്ടുള്ളതാണെന്ന് വിചാരിക്കാം. അങ്ങനെ തന്നെയല്ലേ ചോദിച്ചിട്ടുള്ളത്? 85% ഡീക്കേ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ഇസ് 1 minus 0.85 and you get 0.5 N0, or N2 by N1 എന്ന് പറയുമ്പോൾ 0.15 N0 by 0.6 N0 ആണ്, or this is 1 by 4 or 1 by 2 the whole square. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 by 2 the whole square ആണ്. സോ 1 by 2 the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് ഓഫ് ദ ഫോം 1 by 2 whole raised to t half. അപ്പോൾ ഇവിടെ 2 t half വന്നു, ആൻഡ് ഒരു t half എത്രയാ 30 minutes ആണ്. അപ്പോൾ 2 t half എന്ന് പറയുമ്പോൾ 60 minutes ആണ്. സോ ദി ആൻസർ ഇസ് ഡി. ആൻസർ ഇസ് ഡി. ഓക്കെ ആണോ? സോ അത്രയും കാര്യങ്ങൾ പറയുന്നതോടെ വി ഹാവ് സക്സസ്ഫുള്ളി എൻറ്റഡ് ദി ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. സക്സസ്ഫുള്ളി എൻറ്റഡ് മാത്രമല്ല നമുക്ക് വേണ്ട, അതായത് ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 week എന്ന് പറഞ്ഞാൽ വളരെ ടയറിങ് ആയിട്ടുള്ള, അറ്റ്ലീസ്റ്റ് ഫോർ മീ കുറച്ച് ടയറിങ് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു, അല്ല ഒരുപാട്. വി ഹാവ് കംപ്ലീറ്റഡ് എ ലോട്ട് ഓഫ് ചാപ്റ്റേഴ്സ്. സോ ഐ ഹോപ്പ് എവറി വൺ അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ. എന്താ പറയുക, എല്ലാവർക്കും ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ഈ ഒരു എത്രയോ ദിവസങ്ങളായിട്ട് നിങ്ങൾ രാവിലെ എണീറ്റ് ആൻഡ് യു ഹാവ് ബീൻ വിത്ത് മീ. നാളെ തൊട്ട് വേറെ ഫാക്കൽറ്റീസ് വിൽ ബി ടേക്കിംഗ് അപ്പ്, ആൻഡ് ബയോളജി കെമിസ്ട്രി ഒക്കെ അത്യാവശ്യം എത്തിക്കാനുണ്ട്. സോ അതൊക്കെ എത്തിച്ചിട്ട് വി വിൽ ബി റീസ്റ്റാർട്ടിങ് വിത്ത് ദി ലാസ്റ്റ് ഫ്യൂ ചാപ്റ്റേഴ്സ് ഓഫ് ഫിസിക്സ് ആസ് വെൽ, ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഷെഡ്യൂൾ കണ്ടു തുടങ്ങിയ കുട്ടികൾ, അതായത് ഇപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കണ്ടു തുടങ്ങിയ കുട്ടികളോട് നമ്മൾ ഇതിനു മുന്നേ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, അതുപോലെ നമ്മുടെ കറണ്ട്, ദെൻ റേ ഓപ്റ്റിക്സ്, വേ ഓപ്റ്റിക്സ്, അങ്ങനെ പടക്കം ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി എടുത്ത് തീർത്തിട്ട് ഫസ്റ്റ് ഷെഡ്യൂളിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാണില്ല, ലൈവ് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകണം. ഇഫ് യു കം ബാക്ക് ടു February month you will be able to see it. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ജസ്റ്റ് സ്റ്റഡി വെൽ. ഓക്കെ ആണല്ലോ. യു ക്യാൻ ഡു ബെറ്റർ. So that is regarding this. Okay ആണല്ലോ. So this is regarding everything which you have to know about it. Okay ആണല്ലോ. So നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ as usual you can always text me in this Insta handle, the crew doc. So there I'll try to reply for all your queries. Okay ആണല്ലോ. Okay ആണല്ലോ. സോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ സ്ഥിരമായിട്ട് മോസ്റ്റ് പ്രോബ്ലി ഇതിനകത്ത് ഇപ്പോൾ ബാക്കിയുള്ള 19 ആളെന്നൊക്കെ പറയുന്നത് എൻ്റെ കൂടെ ഇത്രയും ദിവസം ലൈവിനുണ്ടായിരുന്നവരാണ്. സോ നിങ്ങൾ ഈ എൻറ്റയർ സെഷൻ ഇഷ്ടപ്പെട്ടോ? ഹൗ വാസ് ദ സെഷൻ? നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ ഓക്കെ ആയിരുന്നോ? എല്ലാം പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ? കാരണം അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യം ഫിനിഷ് ചെയ്തത്. ആൻഡ് ഐ ഹാവ് ട്രൈ ടു ഗിവൺ യു ദ ബെസ്റ്റ് നോട്ട്സ്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഒരു റിപ്പീറ്ററിനൊക്കെ കൊടുക്കുന്ന അതേ എമൗണ്ട് ഓഫ് വോളിയം, അതേ എമൗണ്ട് ഓഫ് കൺസെപ്റ്റ്സ് ഈ ലിമിറ്റഡ് ടൈമിൽ ഞാൻ തരാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഡിസ്പൈറ്റ് മൈ ലിമിറ്റേഷനിൽ നമുക്കിപ്പോൾ 2 മണിക്കൂറൊക്കെയാണ് കിട്ടുന്നത്, ബട്ട് അതൊന്നും നോക്കാണ്ട് പറ്റുന്നതിലുള്ള ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ, ഞാൻ ആസ് യൂഷ്വൽ ഐ യൂസ് ടു സേ ഓൾവേസ്, നിങ്ങളുടെ ഈ ഒരു വീഡിയോൻ്റെ കമൻസ് കണ്ടിട്ടായിരിക്കും അടുത്ത കുട്ടികൾ ഈ ചാപ്റ്റർ കാണാൻ വരിക. ഓക്കെ ആണല്ലോ? സോ പ്ലീസ് ലീവ് സം ഗ്രേറ്റ് കമൻസ് ഇഫ് യു ഫീൽ ദിസ് ചാപ്റ്റർ ഇസ് യൂസ്ഫുൾ. അപ്പോൾ എടുത്ത കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലീവ് എ കമൻറ്റ് സോ ദാറ്റ് അടുത്തൊരു കുട്ടി വരുമ്പോൾ ഓക്കെ ഈ ക്ലാസ് നല്ലതാണെന്ന് വിചാരിച്ച് ദേ വിൽ കം. അല്ലേ, നമ്മളെല്ലാവരും കമൻസ് നോക്കിയിട്ട് തന്നെയാണ് ഒരു ചാപ്റ്ററിനെ ജഡ്ജ് ചെയ്യുക. സോ അതൊന്ന് ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബി സോ ഹാപ്പി. ഓക്കെ ആണല്ലോ? സോ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഡെഫിനറ്റ്ലി അതും ഇടാം, എങ്ങനെ അപ്രോച്ച് ചെയ്യാം ഒരു നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് പാർട്ട്. സോ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് അതെല്ലാം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ പുട്ട് ഡൗൺ ചെയ്യാം, ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. സീ യു ഇൻ സം അതർ വീഡിയോ ഇൻ സം അതർ ടൈം. ഓക്കെ ആണല്ലോ? സോ ഇപ്പോഴത്തെ ഷെഡ്യൂളൊക്കെ ഞാൻ സക്സസ്ഫുള്ളായി തീർത്തിരിക്കുകയാണ്. വിൽ സീ സം അതർ ടൈം. ഓക്കെ ആണല്ലോ? സോ ബൈ അൺടിൽ ദെൻ ആൻഡ് സീ യു സം ടൈം. ബൈ ഡാ.